وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وأصحابه أجمعين أما بعد. സഹോദരങ്ങളെ, അടുത്ത സൂറത്ത് നമുക്ക് പഠിക്കാനുള്ളത് സൂറത്തുൽ ഫജ്റാണ്. ഈ സൂറത്ത് ഈ ജുസ് അമ്മയിലുള്ള മറ്റധികം സൂറത്തുകളും പോലെ തന്നെ മക്കയിൽ അവതരിച്ച സൂറത്താണ്. ഇതിലെ പ്രധാനപ്പെട്ട വിഷയം നമ്മൾ മുമ്പ് മറ്റുള്ള സൂറത്തുകളൊക്കെ പറഞ്ഞതുപോലെ ഈ സൂറത്തിൻ്റെ പ്രധാന ലക്ഷ്യം, ഇതിൽ പറയുന്ന വിഷയങ്ങൾ നോക്കിയാൽ മനസ്സിലാകുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ധൈര്യം നൽകുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉറപ്പിച്ചു നിർത്തുന്ന ആയത്തുകൾ ഇതിൽ കാണാം. അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തസ്ബീത്ത്, അല്ലാഹു തആല ഏൽപ്പിച്ച റിസാലത്തിൽ, അല്ലാഹു അവതരിപ്പിച്ച വഹയിൽ, അതിൻ്റെ പ്രബോധനത്തിൽ ഉറച്ചു നിൽക്കാൻ വേണ്ട ധൈര്യം നൽകുന്ന കാര്യങ്ങൾ ഈ സൂറത്തിൽ കാണാം. അതുപോലെ രണ്ടാമതായി പരലോകത്ത് മനുഷ്യരുടെ അവസ്ഥ, തൻ്റെ അമലുകളെക്കുറിച്ച് ഓർത്ത്, ദുനിയാവിലെ ജീവിതത്തെക്കുറിച്ച് ഓർത്ത് വിലപിക്കുന്ന ആളുകളെയും, അതുപോലെ തൻ്റെ ജീവിതം അത് തൃപ്തികരമാണ് എന്നോർത്ത് സമാധാനിക്കുന്ന ആളുകളെയും സംബന്ധിച്ച് വിവരിക്കുന്നത് കാണാം. ഈ രണ്ട് കാര്യങ്ങളാണ് ഈ സൂറത്തിലുള്ളത്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉറപ്പിച്ചു നിർത്തുന്ന ആയത്തുകൾ. രണ്ടാമത്തേത് പരലോകത്ത് മനുഷ്യൻ്റെ അവസ്ഥ. അതുപോലെ ഇതിൽ പറയുന്ന വിഷയങ്ങൾ, ഇത് ഈ സൂറത്തിൻ്റെ ലക്ഷ്യങ്ങളാണ് എന്ന് പറയാം. എന്നാൽ ഇതിൽ പറയുന്ന വിഷയങ്ങൾ, പല വിഷയങ്ങളും ഈ രണ്ട് ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കുന്ന രീതിയിൽ കോർത്തിണക്കിക്കൊണ്ടാണ് സൂറത്തുള്ളത്. എന്തൊക്കെയാണ് ഇതിൽ പറയുന്ന വിഷയങ്ങൾ? ഓരോന്നോരോന്നായിട്ട് നോക്കുകയാണെങ്കിൽ 5 കാര്യങ്ങൾ ഇതിൽ കാണാം. ആദ്യത്തെ 4 ആയത്തുകളിൽ അല്ലാഹു തആല ചില സൃഷ്ടികളെ പിടിച്ച് സത്യം ചെയ്യുകയാണ്. അപ്പോൾ അല്ലാഹുവിൻ്റെ വളരെ പ്രധാനപ്പെട്ട 5 സൃഷ്ടികൾ അല്ലെങ്കിൽ 5 കാര്യങ്ങൾ അതെടുത്ത് പറഞ്ഞുകൊണ്ടുള്ള ഖസം, സത്യം ചെയ്യൽ, അതാണ് ആദ്യത്തെ വിഷയം. അത് കഴിഞ്ഞ് അടുത്തതായി പറയുന്നത് മക്കയിലെ മുശ്രിക്കുകളെ അല്ലാഹു തആല താക്കീത് ചെയ്യുന്ന ആയത്തുകളാണ്. അവരുടെ മുൻഗാമികളായ മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള ഉമ്മത്തുകൾക്ക് സംഭവിച്ച നാശം അതെടുത്ത് പറഞ്ഞുകൊണ്ട് മക്ക മുശ്രിക്കുകളെ താക്കീത് ചെയ്യുന്ന ആയത്തുകൾ കാണാം. മൂന്നാമത്തെ വിഷയം മനുഷ്യൻ്റെ ദുനിയാവിലെ അവസ്ഥ, ദാരിദ്ര്യവും ഐശ്വര്യവും അത് അല്ലാഹു തആല മാറ്റി മാറ്റി ആളുകൾക്ക് കൊടുക്കുമ്പോൾ മനുഷ്യൻ അത് ഉൾക്കൊള്ളുന്ന രീതി, എങ്ങനെയാണ് മനുഷ്യൻ അതിനെ നോക്കിക്കാണുന്നത്, എങ്ങനെയായിരിക്കും സമ്പത്തുണ്ടായാൽ സാധാരണ ഒരു മനുഷ്യൻ്റെ മാനസികാവസ്ഥ, ദാരിദ്ര്യം വന്നാൽ എന്തായിരിക്കും അവൻ്റെ മാനസികാവസ്ഥ, അത് മൂന്നാമതായി വിശദീകരിക്കുന്നത് കാണാം. നാലാമതായി പരലോകത്ത് പാപികളായ ആളുകൾ, ദുനിയാവിലെ ജീവിതത്തിൽ അള്ളാഹുവിനെ മറന്ന് ജീവിച്ച ആളുകളുടെ അവസ്ഥയും തങ്ങളുടെ കർമ്മങ്ങളിൽ വരുത്തിയ വീഴ്ചയെക്കുറിച്ച് അവർ വിലപിക്കുന്നതും വിശദീകരിക്കുന്നു. അവസാനമായി ഈ ദുനിയാവിലെ ജീവിതത്തിൽ അള്ളാഹുവിനനുസരിച്ച് അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി ജീവിച്ച ഒരാളുടെ അവസ്ഥ. ഈ 5 കാര്യങ്ങളാണ് സൂറത്തിൽ പറയുന്നത്. ഈ 5 വിഷയങ്ങളുടെയും പൊതുവായൊരു ലക്ഷ്യം എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു മാനസികമായ ധൈര്യവും സ്ഥിരതയും നൽകുന്നതിന് വേണ്ടി അവതരിപ്പിച്ച ആയത്തുകളും, അതുപോലെ തന്നെ പരലോകത്തെ മനുഷ്യരുടെ അവസ്ഥകളെക്കുറിച്ച് മനുഷ്യനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഉള്ള ആയത്തുകളുമായി ഇതിനെ വേർതിരിക്കാനും പറ്റും. ഇനി നമുക്ക് ഓരോന്നോരോന്നായി നോക്കാം. അല്ലാഹു തആല സത്യം ചെയ്ത് തുടങ്ങുകയാണ്. വൽ ഫജ്ർ, ഫജ്ർ സമയമാണ് സത്യം. ഫജ്ർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പുള്ള സമയത്തിനാണ് ഫജ്ർ എന്ന് പറയുന്നത്. ഈ സമയം അത് വളരെ ശ്രേഷ്ഠതയുള്ള സമയമാണ്. നമുക്കറിയാം, 5 നേരത്തെ നമസ്കാരങ്ങളുടെ കൂട്ടത്തിൽ പ്രത്യേകം ശ്രേഷ്ഠതയുള്ള നമസ്കാരമാണ് സലാത്തുൽ ഫജ്ർ, ഫജ്ർ നമസ്കാരം. അതുപോലെ തന്നെ മരണാനന്തര ജീവിതത്തെ ഓർമ്മിപ്പിക്കുന്ന സമയമാണ്, ഇല്ല, നമ്മൾ ഉറങ്ങി എഴുന്നേൽക്കുന്ന സമയമാണ് ഫജ്ർ എന്ന് പറയുന്നത്. ഉറക്കം ചെറിയ മരണമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഉറങ്ങുമ്പോൾ മരണത്തെക്കുറിച്ച് ഓർക്കുന്ന പ്രാർത്ഥനകളാണ് പ്രാർത്ഥിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറയുന്നത് എന്താണ്? ബിസ്മിക അമൂതു അഹ്യ, അല്ലാഹുവേ നിൻ്റെ നാമത്തിൽ ഞാൻ മരിക്കുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ മരണസമയത്ത്, ഉറങ്ങുന്ന സമയത്ത് ആത്മാവിനെ അല്ലാഹു പിടികൂടും എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അത് മരിക്കുന്നത് പോലെയല്ല, പക്ഷെ ഭാഗികമായ ചെറിയ രൂപത്തിലുള്ള ഒരു മരണമാണ് ഉറക്കം എന്നത് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹ വല്ലത്തി ലം തമുത് ഫീ മനാമിഹ, അല്ലാഹു തആല ഉറക്കത്തിൽ ആത്മാവുകളെ പിടികൂടുന്നു എന്നുള്ളത്.
അപ്പോൾ ഈ ഫജ്ർ എന്ന് പറയുന്ന സമയത്തിൻ്റെ പ്രത്യേകതകളാണ് ഇതൊക്കെ. അത് മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ വളരെ ശ്രേഷ്ഠതയുള്ള സമയമാണ്. ഫജ്ർ നമസ്കാരത്തെക്കുറിച്ച് അള്ളാഹു പ്രത്യേകം എടുത്തു പറഞ്ഞു, അഖിമിസ് സ്വലാത്ത ലിദുലൂകി ശംസി ഇലാ ഗസഖിൽ ലൈൽ. ളുഹർ മുതൽ ഇശാ വരെയുള്ള സമയത്ത് നമസ്കാരം നിലനിർത്തുക, അഥവാ ളുഹറും അസറും മഗ്രിബും ഇശാവും. ഖുർആനുൽ ഫജ്ർ, അതുപോലെ ഫജ്ർ നമസ്കാരവും. ഫജ്ർ നമസ്കാരത്തെക്കുറിച്ച് ഖുർആനുൽ ഫജ്ർ എന്നാണ് പറഞ്ഞത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് ഖുർആനുൽ ഫജ്ർ എന്ന് പറഞ്ഞാൽ ഫജ്ർ സമയത്തെ ഖുർആൻ പാരായണം. ഖുർആൻ എന്ന് പറഞ്ഞാൽ ഖിറാഅ എന്നാണ് അർത്ഥം, പാരായണം എന്നാണ് അർത്ഥം. അപ്പോൾ ഫജ്ർ നേരത്തെ പാരായണവും എന്നാണ് പറഞ്ഞത്. ഫജ്ർ നമസ്കാരം സലാത്തുൽ ഫജ്ർ എന്ന് പറയുന്നതിന് പകരം ഖുർആനുൽ ഫജ്ർ, ഫജ്റിൻ്റെ ഖുർആൻ പാരായണം എന്നാണ് പറഞ്ഞത്. എന്താണ് അർത്ഥം, ഉദ്ദേശം? ഫജ്റിൽ ദീർഘമായി ഖുർആൻ ഓതുന്നതാണ് സുന്നത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 60 മുതൽ 100 വരെ ആയത്തുകൾ ഓതുമായിരുന്നു ഫജ്ർ നമസ്കാരത്തിന്. അപ്പോൾ 60 ആയത്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം എത്ര സമയം ഓതേണ്ടി വരും? ഒരു അരമണിക്കൂറിനടുത്ത് നമസ്കാരം ഉണ്ടാവും. 60 മുതൽ 100 വരെ ആയത്തുകൾ ഓതി അതിനനുസരിച്ച് റുക്കൂഉം സുജൂദൊക്കെ ചെയ്താൽ അത്രയും സമയമുണ്ടാകും. അങ്ങനെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഫജ്ർ നമസ്കാരം. മറ്റൊരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഫജ്റിൽ സൂറത്തുൽ മുഅ്മിനൂൻ ഓതി തുടങ്ങി. അങ്ങനെ ഓതി മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കഥ പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചുമ വന്ന് റുക്കൂ ചെയ്തു. സാധാരണഗതിയിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സൂറത്ത് തുടങ്ങിയാൽ അത് പൂർത്തിയാക്കും. ഒരു സൂറത്ത് ഇടക്ക് വെച്ച് മുറിക്കുന്ന രീതി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ല നമസ്കാരത്തിൽ. വളരെ അപൂർവമായി ചില സുന്നത്ത് നമസ്കാരങ്ങൾ മാത്രം. ഫർദ് നമസ്കാരത്തിൽ ഇമാമായിക്കൊണ്ട് ഒരു സൂറത്ത് ഓതിയാൽ അത് മുഴുവനാക്കുന്നതാണ് സുന്നത്ത്. അപ്പോൾ സൂറത്തുൽ മുഅ്മിനൂൻ എത്ര ഉണ്ട്? ഏകദേശം അര ജുസിൻ്റെ അടുത്തുണ്ട്. അപ്പോൾ അടുത്ത റക്കാത്തിൽ ഇതുപോലെ ഓതിയാൽ ഏകദേശം ഒരു ജുസോളം ഓതുമായിരുന്നു. ഇങ്ങനെയായിരുന്നു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഫജ്ർ നമസ്കാരം. അത് വളരെ നല്ലൊരു കാര്യമാണ്. ഒരാൾ തൻ്റെ ദിവസം തുടങ്ങുന്നത് നമസ്കരിച്ചുകൊണ്ട് ദീർഘമായ ഖുർആൻ പാരായണം കേട്ടുകൊണ്ട് ആണെങ്കിൽ അയാൾ എത്ര സംതൃപ്തിയോടെയും സമാധാനത്തോടെയും നല്ല മനസ്സോടെയും ആയിരിക്കും ആ ദിവസം കഴിച്ചു കൂട്ടുക. ചില പണ്ഡിതന്മാർ മുൻഗാമികൾ പറഞ്ഞത് കാണാം, യൗമുക കജമലിക്, നിൻ്റെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ നിൻ്റെ ഒട്ടകം പോലെയാണ്. ഖിതാമുഹു അൽ ഫജ്ർ, അതിൻ്റെ മൂക്ക് കയർ, ഒട്ടകത്തിനെ കെട്ടി വലിക്കുന്ന അതിനെ നിയന്ത്രിക്കുന്ന കയർ, അതാണ് ഫജ്ർ. ഇപ്പോൾ ഫജ്ർ സമയം, രാവിലത്തെ സമയം നല്ല രീതിയിൽ ചിലവഴിച്ചാൽ ആ ദിവസം മുഴുവൻ നമുക്ക് നമ്മുടെ സമയമൊക്കെ സൂക്ഷിച്ച് ചിലവഴിക്കാനും അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനും പരമാവധി ഫലപ്രദമായി ആ ദിവസം ചിലവഴിക്കാനും സാധിക്കും. നമുക്ക് പരിശോധിച്ച് നോക്കാവുന്നതാണ് അല്ലേ? തൻ്റെ ദീനിയും ദുന്യവിയുമായിട്ടുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധയില്ലാതെ, സമയം നിയന്ത്രിക്കാൻ സാധിക്കാതെ, ലക്ഷ്യമില്ലാതെ ജീവിക്കുന്ന ആളുകൾക്കൊക്കെ അവരുടെ ജീവിതത്തിലൊരു തിരിച്ചുപോക്കിന് പരിശീലിക്കാവുന്ന, പ്രയോഗിക്കാവുന്ന രീതിയാണ് രാവിലത്തെ സമയം നല്ല രീതിയിൽ ചിലവഴിച്ച് നോക്കുക. എന്താണോ നമ്മുടെ ശ്രദ്ധ തെറ്റിക്കുന്ന കാര്യങ്ങൾ, മൊബൈൽ ഫോണാണെങ്കിലും ഇൻ്റർനെറ്റ് ആണെങ്കിലും, ഈ കാര്യങ്ങളൊക്കെ രാവിലത്തെ സമയത്ത് കുറച്ച് ഒഴിവാക്കി ഒന്ന് ശ്രമിച്ചു നോക്കുക. ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് ഫജ്ർ നമസ്കരിച്ച് ജമാഅത്തിൽ പങ്കെടുത്ത് അതിന് ശേഷം മസ്ജിദിലിരുന്ന് സൂര്യൻ ഉദിക്കുന്നത് വരെ ദിക്ർ ചൊല്ലി ഖുർആൻ ഓതി ദുആ ചെയ്ത് അങ്ങനെ ഒരു ദിവസം തുടങ്ങി നോക്കൂ. അത് ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാക്കും. സാന്ദർഭികമായി സൂചിപ്പിച്ചതാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടുണ്ട്, അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫി ബുക്കൂരിഹ, അള്ളാഹു എൻ്റെ ഉമ്മത്തിന് അതിൻ്റെ പ്രഭാത സമയത്ത്, രാവിലെ നേരത്തെയുള്ള സമയം ബുക്കൂർ, ആ സമയത്ത് നീ ബർക്കത്ത് ചെയ്യണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആ അള്ളാഹു സ്വീകരിക്കും ഇൻഷാ അല്ലാഹ്. പ്രത്യേകിച്ച് ഈ ദുആ അത് സംശയമില്ല, അത് സ്വീകരിക്കുന്ന ദുആയാണെന്നുള്ളത്. അപ്പോൾ ആ സമയം ഏത് നല്ല കാര്യങ്ങളും, നമ്മുടെ ദീനീയായ കാര്യങ്ങളാണെങ്കിലും പഠനമാണെങ്കിലും ദുന്യവിയായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ജോലിയാണെങ്കിലും കച്ചവടമാണെങ്കിലും ഒക്കെ രാവിലെ നേരത്തെ ചെയ്യുക എന്നുള്ളത് ബർക്കത്തുണ്ടാവാൻ കാരണമാകും. അപ്പോൾ ഇങ്ങനെയുള്ള മഹത്വങ്ങളുള്ളത് കൊണ്ടാണ് ഈ സമയം അള്ളാഹു എടുത്ത് പറഞ്ഞ് സത്യം ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം സത്യം ചെയ്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വലയാലിൻ അശർ, 10 രാത്രികളാണ് സത്യം. എന്താണ് ഈ 10 രാത്രികൾ എന്നതുകൊണ്ട് ഉദ്ദേശം? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറഞ്ഞു, ഇതുകൊണ്ട് ഉദ്ദേശം ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങളാണ്. ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ. ഈ ദിവസങ്ങളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? മാ മിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹ അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അശർ. ഈ 10 ദിവസത്തേക്കാൾ അമലു സ്വാലിഹാത്ത് അള്ളാഹുവിന് ഇഷ്ടമുള്ള മറ്റൊരു ദിവസവുമില്ല. അഥവാ ഏറ്റവും അഫ്ദലായ ദിവസങ്ങൾ, റമദാനിനേക്കാൾ അഫ്ദലായ ദിവസങ്ങളെന്നാണ് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും പറയുന്നത് ഈ 10 ദിവസങ്ങൾ. വലയാലിൻ അശർ വശഫ്ഇ വൽവത്ർ,
ഇരട്ടയും ഒറ്റയുമാണ് സത്യം. എന്താണ് ഇരട്ടയും ഒറ്റയും എന്ന് പറഞ്ഞാൽ? ഷെഫ് എന്ന് പറഞ്ഞാൽ ഇരട്ട, 2, 4, 6 ഇങ്ങനെയുള്ള ഇരട്ട സംഖ്യക്കാണ് ഷെഫ് എന്ന് പറയുന്നത്. വത്ർ എന്ന് പറഞ്ഞാൽ 1, 3, 5 ഇങ്ങനെയുള്ള ഒറ്റ സംഖ്യകൾ. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നത് പല അഭിപ്രായങ്ങളും കാണാം തഫ്സീറുകൾ. ജുംഹൂറുൽ മുഫസ്സിരീങ്ങളിൽ ബഹുഭൂരിപക്ഷവും പറയുന്ന അഭിപ്രായം 8 എന്ന് പറയുന്നത് ഇരട്ട എന്ന് പറയുന്നത് പെരുന്നാൾ ദിവസം ദുൽഹിജ്ജ 10, ഒറ്റ എന്ന് പറയുന്നത് അറഫ ദിവസം. അതാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഭൂരിപക്ഷം മുഫസ്സിരീങ്ങളും പറയുന്നത്. ഇമാം മുജാഹിദ് ബിൻ ജബർ റഹിമഹുല്ലാ, താബിഈയായ പണ്ഡിതൻ മുഫസ്സിർ, അദ്ദേഹം പറയുന്നത് ഷഫ്അ എന്ന് പറഞ്ഞാൽ സൃഷ്ടികൾ, മഖ്ലൂക്കുകൾ, എല്ലാ മഖ്ലൂക്കുകളും ഇരട്ടയാണ്. ആണിന് പെണ്ണുണ്ടാവും, അതുപോലെ ആകാശത്തിന് കൂടെ ഒരു ഭൂമിയുണ്ട്, അപ്പോൾ രാത്രിക്ക് പകലുണ്ട്, ഇങ്ങനെ എല്ലാ സൃഷ്ടികൾക്കും ഒരു പേരുണ്ടാകും. വൽവത്തർ എന്ന് പറഞ്ഞാൽ ഒറ്റ എന്ന് പറയുന്നത് അള്ളാഹുവാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് സമന്മാരായി ആരുമില്ലാത്തത്, അവനെപ്പോലെ മറ്റാരുമില്ലാത്തത്. മറ്റെല്ലാ സൃഷ്ടികൾക്കും അതിൻ്റെ വർഗത്തിൽപ്പെട്ട ഒരു ഇണയുണ്ടാകും. വമിൻ കുല്ലി ഷൈഇൻ ഖലഖനാ സൗജൈനി, എല്ലാ വസ്തുക്കളിലും ഇണകളെ നാം സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു തആല പറഞ്ഞതാണ് ഇവിടെ ഉദ്ദേശം എന്ന് അദ്ദേഹം പറഞ്ഞത് കാണാം. മുജാഹിദ് ബിൻ ജബർ റഹിമഹുല്ലാഹ്. ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും പറയുന്നത് ഇത് അറഫ ദിവസവും പെരുന്നാൾ ദിവസവുമാണ്. വളരെയധികം മഹത്വമുള്ള 2 ദിവസങ്ങളാണ് അല്ലേ? അറഫ നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫയിൽ നിന്നപ്പോൾ ളുഹർ മുതൽ മഗ്രിബ് വരെ ദുആ ചെയ്തു. ളുഹറും അസ്റും കൂടി ജമ്മാക്കി നിസ്കരിച്ചിട്ട് പ്രാർത്ഥിക്കുകയാണ്. അത്രയും മഹത്വമുള്ള ദിവസമാണ്. തൻ്റെ കയ്യിൽ നിന്ന് എന്തോ വീണപ്പോൾ 2 കൈയും ഉയർത്തി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു കയ്യിൽ നിന്നൊരു വസ്തു വീണപ്പോൾ അതെടുക്കാൻ വേണ്ടി ഒരു കൈ മാത്രമാണ് അയച്ചത്. അപ്പോഴും പ്രാർത്ഥന നിർത്തിയിട്ടില്ല. അതുപോലെ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് നോറ്റതാണോ എന്ന് സഹാബത്തിന് സംശയമുണ്ടായിരുന്നു. അങ്ങനെ അവിടുത്തെ ബന്ധുവായ ഒരു സ്ത്രീ കുറച്ച് പാല് കൊടുത്തയച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കുടിച്ചു പ്രാർത്ഥിക്കുന്നതിൻ്റെ ഇടയിൽ. അത് കണ്ടിട്ടാണ് നോമ്പില്ല എന്ന് ആളുകൾക്ക് മനസ്സിലായത്. അത്രത്തോളം ദുആ ചെയ്തു. ഹജ്ജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അമലാണ് അറഫ എന്ന് പറയുന്നത്. അൽ ഹജ്ജു അറഫ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അറഫയാണ് ഹജ്ജ് എന്ന്. അപ്പോൾ അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ദിവസമാണ് അറഫ. ഏറ്റവും കൂടുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ദിവസം. അതുപോലെ അല്ലാഹു തആല മലക്കുകളോട് അഭിമാനത്തോടെ പറയും, എൻ്റെ അടിമകളെ നോക്കൂ എന്ന് പറഞ്ഞുകൊണ്ട്. അതുപോലെ തന്നെ യൗമുൻ നഹർ, അടുത്ത ദിവസം പെരുന്നാൾ ദിവസം, ബലിയർക്കുന്ന ദിവസം, ഹജ്ജിൻ്റെ വളരെ പ്രധാനപ്പെട്ട കർമ്മങ്ങളൊക്കെ നടക്കുന്ന ദിവസമാണ് യൗമുൻ നഹർ. അതാണ് ദുനിയാവിലെ ഏറ്റവും നല്ല ദിവസം. ഖൈറു അയ്യാമിദ് ദുനിയ, ദുനിയാവിലെ ഏറ്റവും നല്ല ദിവസം എന്ന് ഹദീസിൽ വന്നിട്ടുള്ള ദിവസമാണ്. അപ്പോൾ ഇതാണ് വശഫി വൽ വത്ർ. വൽ ലൈലി ഇദാ യസ്ർ, രാത്രിയാണ് സത്യം, ഇദാ യസ്രി എന്നാണ് അതിൻ്റെ അവസാനത്തെ യാ ഹദ്ഫ് ചെയ്തതാണ്. യഥാർത്ഥത്തിൽ അറബിയിൽ വൽ ലൈലി ഇദാ യസ്രി എന്നാണ് അതിൻ്റെ അസ്ൽ. രാത്രി അത് സഞ്ചരിക്കുമ്പോൾ, ഇവിടെ സറ യസ്രി എന്ന് പറഞ്ഞാൽ രാത്രിയുടെ അവസാന ഭാഗത്തിനാണ് പറയാം. രാത്രിയുടെ അവസാന ഭാഗവും വളരെ ശ്രേഷ്ഠതയുള്ള സമയമാണ്. അല്ലാഹു തആല സ്വർഗ്ഗാവകാശികളെ കുറിച്ച് പറഞ്ഞത് കാനു ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ, അവർ രാത്രിയിൽ കുറച്ച് സമയമേ ഉറങ്ങുമായിരുന്നുള്ളൂ. വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ, രാത്രിയുടെ അവസാന സമയത്ത് അവർ ഇസ്തിഗ്ഫാർ ചെയ്യും. അപ്പോൾ തഹജ്ജുദ് നമസ്കരിച്ചിട്ട് ഫജ്റിൻ്റെ തൊട്ട് മുമ്പുള്ള സമയമാകുമ്പോൾ ഇസ്തിഗ്ഫാർ ചെയ്യും എന്നാണ്. അതുപോലെ തന്നെ സൂറത്ത് യൂസുഫിൽ യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ കഥയുടെ അവസാനത്തിൽ കാണാം, യൂസുഫ് അലൈഹി സ്വലാമിൻ്റെ സഹോദരങ്ങൾ തങ്ങളുടെ തെറ്റ് മനസ്സിലാക്കി യാക്കൂബ് അലൈഹി സ്വലാമിനോട്, തങ്ങളുടെ ഉപ്പയോട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടും. വഖാലു യാ അബാന അസ്തഗ്ഫിർ ലനാ ദുനൂബന ഇന്ന കുന്ന ഖാതിഈൻ, ഞങ്ങൾ തെറ്റുകാരായിരുന്നു, ഞങ്ങൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യുക എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് ഖാല സൗഫ അസ്തഗ്ഫിറു ലക്കും റബ്ബി ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഭാവിയിൽ ഇസ്തിഗ്ഫാർ നടത്തുന്നതാണ്. ചില മുഫസ്സിരീങ്ങൾ ഇതിൻ്റെ വിശദീകരണമായിട്ട് പറഞ്ഞത് കാണാം, അദ്ദേഹം രാത്രി അവസാനത്തെ സമയത്ത് ഇസ്തിഗ്ഫാർ ചെയ്യാം എന്നാണ് ഉദ്ദേശിച്ചത്, അതുകൊണ്ടാണ് ഞാൻ പിന്നീട് ചെയ്യാമെന്ന് പറഞ്ഞത് എന്ന്. ആ സമയത്ത് ഇസ്തിഗ്ഫാർ നടത്തുന്നത് വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ എന്ന് പറഞ്ഞത് അതിന് പ്രത്യേക പ്രാധാന്യമുണ്ട്, ഒരു കാരണമുണ്ട്. അതെന്താണ്? അല്ലാഹു തആല ഇറങ്ങുന്ന സമയമാണ്. അല്ലാഹു തആല 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വരും എന്ന് ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു ഇറങ്ങുന്നത് എങ്ങനെയാണ് എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. കാരണം അല്ലാഹു തആലയെക്കുറിച്ച് ഖൈഫ്, എങ്ങനെ എന്നുള്ള ചോദ്യമില്ല. ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ അർശിന് മുകളിലുള്ള ഇസ്തിവാ, അള്ളാഹു അർശിന് മുകളിൽ ആണ് എന്ന് പറഞ്ഞപ്പോൾ അതെങ്ങനെയെന്ന് ചോദിച്ച ആളോട് എന്താണ് ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറഞ്ഞത്? അൽ ഇസ്തിവാ മഅലൂം, അത് അറബിയിൽ അറിയപ്പെട്ട കാര്യമാണ്. അർശിന് മുകളിലാണ് അള്ളാഹു എന്ന് പറഞ്ഞാൽ മുകളിലായിരിക്കുക എന്ന വാക്കിൻ്റെ അർത്ഥം അറബികൾക്കറിയാം. ഇസ്തവ ഇസ്തവി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. വൽ കൈഫ് മജ്ഹൂൽ, അതെങ്ങനെയെന്നുള്ളത് നമുക്കറിയില്ല. വസ്സുആലു അൻഹു ബിദ്അ, അതിനെപ്പറ്റി ചോദിക്കുക എന്നുള്ളത് ബിദ്അത്താണ്, സഹാബത്ത് ചോദിച്ചിട്ടില്ല. അപ്പോൾ അതുപോലെ തന്നെയാണ് അള്ളാഹുവിൻ്റെ നുസൂലിൻ്റെ കാര്യവും. അള്ളാഹു ഇറങ്ങുമെന്ന് പറഞ്ഞാൽ ഇറങ്ങും,
അതെങ്ങനെയെന്നുള്ളത് നമുക്കറിയില്ല. എന്നിട്ട് എന്ത് ചെയ്യും? ഫയഖൂൽ, എന്നിട്ട് അള്ളാഹു പറയും, ഹൽ മിൻ സായിലിൻ ഫഉഅതിയ, ആരെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടോ അവർക്ക് ഞാൻ അവരുടെ ആവശ്യം നിറവേറ്റാം. വഹൽ മിൻ മുസ്തഗ്ഫിരിൻ ഫഅഗ്ഫിറ ലഹ്, ആരെങ്കിലും ഇസ്തിഗ്ഫാർ ചെയ്യുന്നുണ്ടോ അവർക്ക് ഞാൻ പുറത്തു കൊടുക്കാം എന്ന് പറയും. അപ്പോൾ അള്ളാഹുവിൻ്റെ ഈ പ്രഖ്യാപനം അത് നടക്കുന്ന സമയമാണ്. ആ സമയത്ത് ഇസ്തിഗ്ഫാർ ചെയ്യുന്നത്, പ്രാർത്ഥിക്കുന്നത് അള്ളാഹു തആല സ്വീകരിക്കും. അപ്പോൾ ഈ 5 കാര്യങ്ങളെ എടുത്തു പറഞ്ഞ് സത്യം ചെയ്തതിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ്. ഈ സത്യം ചെയ്തതിൻ്റെ മറുപടി നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. സത്യം എന്ന് പറഞ്ഞാൽ ഖസം, അതിൻ്റെ ജവാബുൽ ഖസം ഉണ്ടാവും, അതിൻ്റെ ഒരു മറുപടി. ഇപ്പോൾ നമ്മൾ വല്ലാഹി എന്ന് പറഞ്ഞാൽ എന്നിട്ട് അവിടെ നിർത്താൻ പറ്റുമോ? ഇല്ലല്ലോ. വല്ലാഹി എന്ന് പറഞ്ഞാൽ എന്താണ് പറയാനുള്ളത്? അതിനാണ് ജവാബുൽ ഖസം എന്ന് പറയുന്നത്. ഇവിടെ ജവാബുൽ ഖസം എവിടെയാണ് ഇതിൽ? അത് കുറച്ച് നീട്ടി വെച്ചിരിക്കുകയാണ്. കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഇന്ന റബ്ബക ലബിൽ മിർസാദ് എന്നുള്ള ആയത്ത് നമ്മൾ അവിടെ എത്തും. അതാണ് ഈ സത്യത്തിൻ്റെ പൂർണ്ണരൂപം, പൂർത്തീകരണം. അതിനിടയിൽ വേറെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ്, അല്ലാഹു തആല നശിപ്പിച്ചിട്ടുള്ള മുൻഗാമികളായ ചില സമുദായങ്ങളെക്കുറിച്ച് പറയുകയാണ്. എന്തിനാണ് ഈ പറയുന്നത്? മക്കാ മുശ്രിക്കുകൾക്കുള്ള ഒരു താക്കീതാണ് അല്ലേ? സൂറത്ത് ഖമറിൽ ഇതുപോലെ പല സമുദായങ്ങളെ നശിപ്പിച്ച കാര്യങ്ങൾ പറഞ്ഞിട്ട് അല്ലാഹു തആല അവസാനിപ്പിക്കുന്ന ഒരു ആയത്തുണ്ട്. ആ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാം എന്തുകൊണ്ടാണ് ഖുർആനിൽ ഇങ്ങനെ ആവർത്തിച്ച് ഈ കഴിഞ്ഞുപോയ ആളുകളെക്കുറിച്ച് പറയുന്നതെന്ന്. അകുഫാറുക്കും ഖൈറും മിൻ ഉലായിക്കും, നിങ്ങളുടെ കൂട്ടത്തിലുള്ള നിഷേധികൾ ഇവരെക്കാൾ നല്ലവരാണോ എന്ന് പറഞ്ഞാൽ വലിയ വലിയ സമുദായങ്ങളാണ് നശിപ്പിച്ചിട്ടുള്ളത്. അറബികൾക്കറിയാം ഇവരൊക്കെ ആരാണെന്നുള്ളത്. ആദ്, സമൂദ് എന്നൊക്കെ പറഞ്ഞാൽ അവരെപ്പോലെ വേറെ ആരെയും അള്ളാഹു സൃഷ്ടിച്ചിട്ടില്ല. അത്രയും ശക്തന്മാരായ ആളുകളാണ്. അപ്പോൾ അവരെക്കാളും വലിയവരാണോ നിങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ നശിപ്പിച്ച റബ്ബിന് നിങ്ങളെ നശിപ്പിക്കുക എന്നുള്ളത് വലിയ കാര്യമല്ല, അതുകൊണ്ട് സൂക്ഷിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി 3 കൂട്ടരെക്കുറിച്ചാണ് ഈ സൂറത്തിൽ പറയുന്നത്. അല്ലാഹു തആല നശിപ്പിച്ചിട്ടുള്ള ഉമ്മത്തുകൾ ഏറ്റവും പ്രധാനപ്പെട്ട 3 ആളുകളാണ്. എല്ലാ മനുഷ്യർക്കും അറിയാം ഇവരെ ഈ പറയുന്ന 3 വിഭാഗങ്ങളെ പുരാതന ചരിത്രം പഠിക്കുന്ന ആളുകൾക്കൊക്കെ അറിയാം. അറബികൾക്കിടയിൽ വളരെ അറിയപ്പെട്ടവരാണ് ഇവരൊക്കെ. അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ്, ആദിനെ നിൻ്റെ റബ്ബ് എന്ത് ചെയ്തു എന്ന് നീ കണ്ടുവോ? ആദ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഖുർആനിൽ പല സ്ഥലത്തും അല്ലാഹു എടുത്തു പറഞ്ഞിട്ടുള്ളതാണ്. അവരുടെ പ്രത്യേകത എന്തായിരുന്നു? അവരുടെ പ്രത്യേകത അവരുടെ ശക്തിയാണ്, അവരുടെ ശാരീരികമായ ശക്തി, ആരോഗ്യം. അതായിരുന്നു അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത. വഅമ്മ ആദുൻ ഫസ്തക്ബറു ഫിൽ അർദി ബിഗൈരി ഹഖ്, അവർ അന്യായമായിക്കൊണ്ട് അഹങ്കരിച്ചു. വഖാലു, അവർ പറഞ്ഞു, മൻ അശദ്ദു മിന്നാ ഖുവ്വ, ഞങ്ങളെക്കാൾ ശക്തരായിട്ട് ആരാണുള്ളത്? ഇതായിരുന്നു അവരുടെ ചോദ്യം. ഇത് പറഞ്ഞിട്ടാണ് അവർ നിഷേധിച്ചത്. അവരുടെ ഇടയിലേക്ക് വന്ന നബിയായ ഹൂദ് അലൈഹിസ്സലാമിനെ അവർ ധിക്കരിച്ചത് അവരുടെ ഈ ശക്തി കാരണമായിരുന്നു, അതിൽ അഹങ്കരിച്ചിട്ടായിരുന്നു. അതുപോലെ തന്നെ സൂറത്ത് ശുഅറായിൽ അല്ലാഹു തആല അവരെക്കുറിച്ച് പറഞ്ഞു, അതബ്നൂന ബികുല്ലി റീഇൻ ആയതൻ തഅബസൂൻ, നിങ്ങൾ കാണുന്ന സ്ഥലത്തെല്ലാം കെട്ടിടങ്ങൾ ഉണ്ടാക്കി വെക്കുകയാണോ? അഥവാ അവരുടെ ശക്തി കാരണം അവർ നടന്നു പോകുന്ന വഴിയിലൊക്കെ വലിയ വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കി വെക്കും. ഒരു കെട്ടിടം ഉണ്ടാക്കാൻ അവർക്ക് നിസ്സാരമായ അധ്വാനമേ ആവശ്യമുള്ളൂ, അത്രയും ശക്തന്മാരാണ്. അതബ്നൂന ബികുല്ലി റീഇൻ ആയതൻ തഅബസൂൻ വതത്തഖിദൂന മസാനിഅ ലഅല്ലക്കും തഖ്ലുദൂൻ, നിങ്ങൾ കലാകാലം ശാശ്വതരായി ജീവിക്കും എന്ന ധാരണയിൽ കെട്ടിടങ്ങൾക്കൊക്കെ വേണ്ട മസാനിഅ, വസ്തുക്കൾ ഉണ്ടാക്കാനുള്ള ഫാക്ടറികൾ, ഇതൊക്കെ ഉണ്ടാക്കി വെക്കുകയാണോ? വൈദാ ബത്തഷ്തും ജബ്ബാരീൻ, നിങ്ങൾ ആരെങ്കിലും ആക്രമിക്കുകയാണെങ്കിൽ വളരെ ധിക്കാരത്തോടെയാണ് നിങ്ങൾ അക്രമ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത്. ഫത്തഖുല്ലാഹ വഅതിഊൻ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, എന്നെ അനുസരിക്കുക എന്ന് ഹൂദ് അലൈഹിസ്സലാം അവരോട് പറഞ്ഞു. അപ്പോൾ അവരുടെ പ്രശ്നം ഇതായിരുന്നു, അവരുടെ ശക്തിയെക്കുറിച്ച് അവർക്ക് അമിതമായ അഹങ്കാരമായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അവരുടെ ഇടയിലേക്ക് വന്ന നബിയായ ഹൂദ് അലൈഹിസ്സലാം, അദ്ദേഹത്തിന് ഒരു മുഅ്ജിസത്ത് ഖുർആനിൽ പറയുന്നത് കാണുന്നില്ല. ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളൊരു സംഗതിയാണ്, മറ്റുള്ള നബിമാർക്കൊക്കെ മുഅ്ജിസത്തുകളെല്ലാം കൊടുത്തതായിട്ട് ഖുർആനിൽ കാണാം. അറിയപ്പെട്ട അഥവാ ഖുർആനിൽ കൂടുതലായി പറഞ്ഞിട്ടുള്ള നബിമാരൊക്കെ 1-2 പ്രാവശ്യം പേര് മാത്രം പറഞ്ഞവരുടെ മുഅ്ജിസത്ത് ഉണ്ടാവില്ല. പക്ഷേ ഹൂദ് അലൈഹിസ്സലാമിനെ കുറിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. ഒരു സൂറത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട്, പക്ഷേ ഒരു മുഅ്ജിസത്തും ഇല്ല. അപ്പോൾ ഉലമാക്കൾ പറയുന്നത് ഹൂദ് നബി അലൈഹി സ്വലാമിൻ്റെ ഏറ്റവും വലിയ മുഅ്ജിസത്ത് എന്ന് പറയുന്നത് ഇത്രയും വലിയ ശക്തന്മാരായ ആളുകളുടെ മുന്നിൽ ഒറ്റക്ക് നിന്ന് ദഅവത്ത് ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മുഅ്ജിസത്ത് എന്ന് പറയുന്നത്. എന്ന് മാത്രമല്ല, അദ്ദേഹം ഒരു വെല്ലുവിളിക്കുമായിരുന്നു. ഫഅജ്മിഉ അംറക്കും വശുറക്കാഅക്കും, നിങ്ങളുടെ പങ്കാളികളൊക്കെ നിങ്ങൾ ഒരുമിച്ച് കൂട്ടിക്കൊള്ളുക, എന്നിട്ട് എനിക്കെതിരെ നിങ്ങൾക്ക് കഴിയുന്ന തന്ത്രം പ്രയോഗിച്ചു കൊള്ളുക, ഞാൻ അള്ളാഹു തവക്കുലാക്കിയിരിക്കുന്നു.
എന്ന് അദ്ദേഹം തൻ്റെ കൗമിനോട് പറഞ്ഞത് സൂറത്ത് ഹൂദിൽ കാണാം. അതാണ് അദ്ദേഹത്തിൻ്റെ മുഅ്ജിസത്ത് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അള്ളാഹു അവരെ നശിപ്പിച്ചതോ കാറ്റുകൊണ്ട്, അല്ലെ കണ്ണുകൊണ്ട് നോക്കിയാൽ പോലും കാണാത്ത ഒരു വസ്തു കൊണ്ടാണ് അള്ളാഹു അവരെ നശിപ്പിച്ചത്. ഇതും അവരുടെ ഈ അഹങ്കാരത്തിന് അള്ളാഹു കൊടുത്ത ശിക്ഷയാണ്. ഇതാണ് ഒന്നാമത്തെ വിഭാഗം. ഇറമ ദാത്തിൽ ഇമാദ്. എന്നിട്ട് ആദ് സമുദായത്തെക്കുറിച്ച് വിശദീകരിക്കുകയാണ്. ഇറമ ദാത്തിൽ ഇമാദ്, അവരുടെ മറ്റൊരു പേരാണ് ഇറം എന്നുള്ളത്. എന്താണ് ഇറം എന്ന് പേര് വരാൻ കാരണം? ദാത്തിൽ ഇമാദ് എന്ന് പറഞ്ഞാൽ, ഇമാദ് എന്ന് പറഞ്ഞാൽ തൂണുകൾ. അപ്പോൾ തൂണുകളുടെ ആളുകളായ ഇറം ഗോത്രം. തൂണുകൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് കെട്ടിടങ്ങൾ, വലിയ വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നത് കൊണ്ട് അതിനൊക്കെ തൂണുകളുണ്ടാവും, വലിയ ശക്തമായ തൂണുകളുണ്ടാവും. ഇറം എന്ന് പറയാൻ കാരണം അവരുടെ ആ കബീലയിൽപ്പെട്ട ഒരു പൂർവികനാണ്. അല്ലെ അറബികളുടെ കബീലകളൊക്കെ അവരവരുടെ പൂർവികന്മാരുടെ പേരിലായിരിക്കും അറിയപ്പെടുക. ഇപ്പോൾ ഖുറൈശ് എന്നുള്ളത് ഒരാളുടെ പേരാണ്. അവരുടെ മുമ്പുണ്ടായിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാമഹന്മാരിൽപ്പെട്ട ഒരാളുടെ പേരാണ് ഫിഹർ. ആ ഫിഹറിൻ്റെ മറ്റൊരു പേരാണ് ഖുറൈശ് എന്നുള്ളത്. അതുപോലെ തന്നെ ഏത് കബീലയാണെങ്കിലും ബനു നജ്ജാർ, അത് ഒരു കുടുംബത്തിൻ്റെ പേരാണ്, അവരുടെ ഒരു പൂർവികരിലേക്ക് ചേർത്തി പറഞ്ഞുകൊണ്ടുള്ള പേരാണ്. അപ്പോൾ ആദ് എന്ന് പറയുന്നത് ആദ് ഗോത്രത്തിൻ്റെ മറ്റൊരു പൂർവികനാണ് ഇറം. ഇറം ഇബ്നു സാം ഇബ്നു നൂഹ് എന്നാണ് അയാളുടെ പേര്. ആദ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി താഴെയുള്ള ആളാണ്. ആദ് ബിനു ഈസ് ബിനു സാം ഇബ്നു നൂഹ്. അപ്പോൾ ആദിൻ്റെ മൂത്താപ്പയാണ് ഇറം എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ആ ഗോത്രത്തിൽ തന്നെ പെട്ട ഒരു പിതാമഹൻ്റെ പേര് എടുത്ത് പറഞ്ഞു എന്ന് മാത്രം. അല്ലത്തി ലം യുഖ്ലഖ് മിസ്ലുഹാ ഫിൽ ബിലാദ്. ഇവരെ പോലെയുള്ള ആളുകൾ ഒരു നാട്ടിലും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല, അങ്ങനെയുള്ള ആദുഗോത്രം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്ര ശക്തന്മാരായ ആളുകൾ മുമ്പ് സൃഷ്ടിച്ചിട്ടില്ല, അത്രയും ശക്തരായ ആളുകളാണ് അവർ. വസമൂദ് അല്ലദീന ജാബു സഖ്റ ബിൽ വാദ്. അടുത്ത ആളുകൾ സമൂദ് ഗോത്രം. സമൂദ് ഗോത്രത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? അവരുടെ പ്രത്യേകത അവരുണ്ടാക്കിയ കെട്ടിടങ്ങളാണ്. ആദ് ഗോത്രം ശക്തന്മാരാണ്, അവർ കെട്ടിടം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ ശക്തി കാരണം അവർ ഇതാ ബത്തഷ്തും ജബ്ബാരീൻ, ആളുകളെ ഉപദ്രവിക്കുന്ന കാര്യത്തിലും എല്ലാത്തിലും അവരുടെ ശക്തി അവർ പ്രയോഗിച്ചിരുന്നു. സമൂദ് ഗോത്രം അവരുടെ കെട്ടിടങ്ങളുടെയും വീടുകളുടെയും കാര്യത്തിലായിരുന്നു അഹങ്കരിച്ചിരുന്നത്. വസമൂദ് അല്ലദീന ജാബു സഖറ. അവർ പാറക്കെട്ടുകൾ മുറിക്കുമായിരുന്നു. ജാബ എന്ന് പറഞ്ഞാൽ മുറിച്ചു എന്നാണ് അർത്ഥം. ബിൽവാദ്, താഴ്വരകളിൽ. വാദി എന്ന് പറഞ്ഞാൽ താഴ്വര. അപ്പോൾ താഴ്വരകളിൽ പർവ്വതങ്ങളിലുള്ള പാറക്കെട്ടുകൾ പൊളിച്ച് വീടുകളുണ്ടാക്കിയിരുന്നു. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ഹൂദിൽ വിശദീകരിച്ചിട്ടുണ്ട്. എന്താണ് അവരുടെ പ്രത്യേകത, അവരെക്കുറിച്ച്, സമൂദ് ഗോത്രത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് അല്ലാഹു തആല പറഞ്ഞു. വദ്കുറു ഇദ് ജഅലകും ഖുലഫാഅ മിൻ ബഅദി ആദിൻ. നിങ്ങൾക്ക് അല്ലാഹു തആല ആദ് ഗോത്രത്തിന് ശേഷം ഭൂമിയിൽ അധികാരം നൽകി. വദ്കുറു ഇദ് ജഅലകും ഖുലഫാഅ മിൻ ബഅദി ആദിൻ വബവ്വഅകും ഫിൽ അർദി. ഭൂമിയിൽ അല്ലാഹു നിങ്ങൾക്ക് വാസസ്ഥലം നൽകി. തത്തഖിദൂന മിൻ സുഹൂലിഹ ഖുസൂറൻ വതൻഹിതൂന അൽ ജിബാല ബുയൂതൻ. നിങ്ങൾ താഴ്വരകളിൽ കൊട്ടാരങ്ങളുണ്ടാക്കി, അതുപോലെ പർവ്വതങ്ങളിൽ വീടുകളുണ്ടാക്കി എന്നൊക്കെ അല്ലാഹു തആല അവരെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വതൻഹിതൂന അൽ ജിബാല ബുയൂതൻ ഫാരിഹീൻ. പർവ്വതങ്ങൾ തുരന്നുകൊണ്ട് വളരെ ആഡംബരമായിട്ടുള്ള വീടുകൾ നിങ്ങൾ ഉണ്ടാക്കി എന്ന് അല്ലാഹു തആല അവരെക്കുറിച്ച് സൂറത്ത് ശുഅറായിൽ പറഞ്ഞിട്ടുണ്ട്. ജാബ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം മുറിച്ചെടുക്കുക എന്നൊക്കെയാണ്. അതുകൊണ്ടാണ് അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് ചില അറബി വാക്കുകൾ ഇങ്ങനെ കാണുന്നത്. ഉദാഹരണത്തിന് ജാബ, ഈ ഇതുപോലെയുള്ള ഒരു അറബി വാക്ക് പറയും. ജാബൽ അർദ് എന്ന് പറയും. ജാബൽ അർദ്, ജാബൽ ബിലാദ് എന്ന് പറഞ്ഞാൽ യാത്ര ചെയ്തു. എന്താ പറയാൻ കാരണം? നമ്മൾ മലയാളത്തിലും പറയാമല്ലോ. ഇപ്പോൾ മുറിച്ച് കടന്നു എന്ന് പറയുമ്പോൾ അവിടെ മുറിക്കുക എന്നുള്ള വാക്കുണ്ടല്ലോ, അത് അറബിയിലും അങ്ങനെ തന്നെയാണ്. ജാബൽ ബിലാദ് എന്ന് പറഞ്ഞാൽ ഖത്ത അൽ ബിലാദ്, യാത്ര ചെയ്ത് നാടുകൾ മുറിച്ച് കടന്നു. അതുപോലെ തന്നെ ജവാബ് എന്നുള്ള വാക്ക്, ഉത്തരം എന്നുള്ളതിന് ആ വാക്ക് അങ്ങനെയുള്ള അർത്ഥത്തിൽ ജവാബ് എന്നതിന് ഈ വാക്ക് വരാനുള്ള കാരണം എന്താണ്? അത് ചോദിക്കുന്ന ആളുടെ ചോദ്യത്തെ മുറിച്ച് കളയുന്നതാണ്. യഖ്ത ഉസ്സാഇൽ അല്ലെങ്കിൽ യഖ്ത ഉസ്സുആൽ. ആ ചോദ്യത്തെ അതോടുകൂടി മുറിച്ചു, അവസാനിച്ചു, പിന്നെ ചോദിക്കാൻ പറ്റില്ല ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ജൈബ് എന്നുള്ള വാക്ക്, ജൈബ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം നമുക്ക് പോക്കറ്റാണ് ജൈബ്. പക്ഷേ പഴയകാല അറബിയിൽ പോക്കറ്റില്ല. അന്ന് പോക്കറ്റില്ല ഡ്രസ്സിന്, അപ്പോൾ ആ വാക്കുമില്ല. പഴയ അറബിയിൽ ജൈബ് എന്ന് പറഞ്ഞാൽ ഖുർആനിൽ ഉപയോഗിച്ചിട്ടുണ്ട് ജൈബ് എന്നുള്ള വാക്ക്. എവിടെയാണ്?
വദ്ഖുലിയദക ഫീ ജൈബിക. അതുപോലെ വേറെ വല്യദ്രിബ്ന ബിഖുമുരിഹിന്ന അലാ ജുയൂബിഹിന്ന. അത് ചില ആളുകളെ ധാരണ വല്യദ്രിബ്ന ബിഖുമുരിഹിന്ന സ്ത്രീകളോടുള്ള ആയത്താണ്. തട്ടം അവർ താഴ്ത്തിയിരട്ടെ അലാ ജുയൂബിഹിന്ന. ജൈബ് എന്ന് പറഞ്ഞാൽ പോക്കറ്റ് ഇവിടെയാണല്ലോ ഉള്ളത്. അപ്പോൾ ഈ മാരടത്തിലേക്ക് എന്നാണ് പരിഭാഷയിലുള്ളതും. ആ പരിഭാഷ തെറ്റാന്ന് പറയുന്നില്ല, കാരണം വേറെ മലയാളം വാക്ക് കിട്ടാൻ പ്രയാസമായിരിക്കും. പക്ഷേ ആ പരിഭാഷയും കൂടി കാണുമ്പോൾ പിന്നെ ജൈബ് പോക്കറ്റ് വേണമെന്ന് അറിയുന്നതുകൊണ്ട് എന്നാൽ ഇതന്നെ ആയിരിക്കും എന്നാണ് അധികം ആളുകളും വിചാരം. പക്ഷെ ജൈബ് എന്ന് പറഞ്ഞാൽ ഈ കഴുത്തിൻ്റെ ഈ ഈ സ്ഥലത്തിനാണ് ജൈബ് എന്ന് പറയാം. നമ്മൾ വസ്ത്രത്തിൻ്റെ ഇവിടെയുള്ള ഈ തുറക്കുന്ന സ്ഥലം. കാരണം ഡ്രസ്സ് ബാക്കി എല്ലാ സ്ഥലത്തും തുന്നിയാണ് നിൽക്കുന്നത്. അതിൻ്റെ ഒരു തുറന്നു കിടക്കുന്ന എവിടെയാണ്? മുകളിലാണ്. അപ്പോൾ അതിന് മുകളിലേക്ക് എന്നാണ് പറയുന്നത്. തട്ടം ഈ ഭാഗം മുതൽ ഇങ്ങോട്ട് താഴേക്ക് മറക്കാന്നർത്ഥം. വലിയ ദുരബിന ബിഹുമുരിഹിൻ അലാ ജുയൂബിഹിൻ. അതാണ് ജാബ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. ഇങ്ങനെ ഉദാഹരണങ്ങൾ പറയാൻ കാരണം നമ്മൾ സാധാരണ ഖുർആനിൽ പഠിക്കുന്ന വാക്കുകൾ മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ചില വാക്കുകൾ ഗരീബായിരിക്കും, അറബിയിൽ സർവ്വസാധാരണമായിട്ട് ഉപയോഗിക്കാത്ത വാക്കുകളായിരിക്കും. അത്തരം വാക്കുകൾ നമ്മൾ കുറച്ച് വിശദമായിട്ട് പറഞ്ഞാൽ നമ്മളത് പിന്നെ മറക്കില്ല. ഇത്തരം വാക്കുകളായിരിക്കും നമുക്ക് ഖുർആൻ ഓതുമ്പോൾ അർത്ഥം മനസ്സിലാക്കാൻ തടസ്സം. കുറേ വാക്കുകൾ നമുക്ക് അറിയുന്നുണ്ടാവും. ഇപ്പോൾ ഇത് ഓതുമ്പോൾ ഫജ്ർ എന്താ നമുക്കറിയാം, ലയാലി എന്ന് പറഞ്ഞാൽ എന്താ അറിയാം, അഷർ എന്താണെന്ന് അറിയാം, നമ്മൾ മറക്കില്ല. പക്ഷേ ഇതൊക്കെ നമ്മൾ മറക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ഖുർആൻ ഓതുമ്പോൾ ഖുർആൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ തടസ്സങ്ങളൊന്നും ഉണ്ടാവില്ല. അങ്ങനത്തെ ഗരീബായ വാക്കുകൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചാൽ ശരി. അപ്പോൾ സമൂദ് ഗോത്രം ഇങ്ങനെയുള്ള ആളുകളായിരുന്നു. വീടുകൾ, വലിയ വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കിയിരുന്ന ആളുകളാണ്. അവരുടെ ഈ കെട്ടിടങ്ങളുടെ അടയാളങ്ങൾ ഇന്നും കാണാൻ സാധിക്കും. സൗദി അറേബ്യയിൽ മദായിനു സാലിഹ് എന്ന് പറയുന്ന സ്ഥലം മദീനയുടെയും തബൂക്കിൻ്റെ ഇടയിൽ, മദീനയിൽ നിന്ന് തബൂക്കിലേക്ക് പോകുന്നതിൻ്റെ ഇടയിൽ ഈ സ്ഥലം കാണാം. അവരുടെ ആ പർവ്വതങ്ങളും അതിലവർ തുറന്നു വെച്ചിട്ടുള്ള പാറകളും ഒക്കെ ഇപ്പോഴും കാണാൻ സാധിക്കും. അപ്പോൾ അവരെത്ര ശക്തന്മാരായിരുന്നു എന്ന് അവിടെ പോയാൽ മനസ്സിലാവും. ഫിർഔന ദിൽ ഔത്താദ്, അതുപോലെ ഫിർഔനെ അള്ളാഹു നശിപ്പിച്ചു. ദിൽ ഔത്താദ്, ഔത്താദുകളുടെ ആളായിട്ടുള്ള ഫിർഔൻ. ഔത്താദ് എന്ന് പറഞ്ഞാൽ വത്തിദുൻ എന്നുള്ള വാക്കിൻ്റെ ജമാണ്. എന്താ വത്തിദ് എന്ന് പറഞ്ഞാൽ? തായിന് കസറാണ്. വത്തിദുൻ, വത്തിദാണ് ആണി. പക്ഷെ ആണി എന്ന് പറയുമ്പോൾ നമ്മളിന്ന് കാണുന്ന ചെറിയ ആണിയല്ല ഇത്. അൽഹംദുലില്ലാ നമുക്ക് അള്ളാൻ്റെ ഫضل കൊണ്ട് നല്ല ഉറപ്പുള്ള ഇരുമ്പ് കിട്ടിയപ്പോൾ ആണി ഇപ്പം എത്ര പോകുന്ന ആണി മതി. പക്ഷെ പണ്ട് കാലത്തുള്ള ആണികൾ നോക്കുകയാണെങ്കിൽ മരത്തിൻ്റെയൊക്കെ കെട്ടിടങ്ങളിലും പഴയ കെട്ടിടങ്ങളിലൊക്കെ വലിയ ആണിയായിരിക്കും. മരത്തിൻ്റെ ആണി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിപ്പം ഉണ്ടാവും, കാരണം അത് ഉറച്ച് നിൽക്കണമെങ്കിൽ അത്യാവശ്യം വലിപ്പമുള്ള ആണി വേണം. അപ്പോൾ അറബികൾ ജാഹിലിയ കാലത്ത് അല്ലെങ്കിൽ അന്നും ഇന്നൊക്കെ യാത്ര ചെയ്യുന്ന ആളുകൾ ടെൻറ്റുകൾ ഉണ്ടാക്കിയിട്ടാണ് താമസിക്കുക. സ്ഥിരമായിട്ടൊരു സ്ഥലത്ത് താമസിക്കില്ല. അപ്പോൾ ഈ ടെൻറ്റിന് ഉപയോഗിക്കുന്ന, അത് ഉറപ്പിച്ച് നിർത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ആണിക്കാണ് വത്തിദ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വത്തിദുകളുടെ ആളായ ഫിർഔൻ എന്ന് പറയാൻ കാരണം എന്താണ്? പല അഭിപ്രായങ്ങൾ പറഞ്ഞത് കാണാം. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫിർഔൻ്റെ സൈന്യങ്ങളാണ് എന്ന് പറഞ്ഞവരുണ്ട്. മറ്റു ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഫിർഔൻ ആളുകളെ പീഡിപ്പിക്കാൻ വേണ്ടി ഈ ആണി പോലെയുള്ള വസ്തുക്കൾ ഉപയോഗിച്ചിരുന്നു. കൈയൊക്കെ ആണി അടിച്ച് വെച്ചിട്ട് കുരിശിൽ തറക്കുന്ന പോലെ എവിടെയെങ്കിലും വെച്ച് ആണി അടിച്ചിട്ടാണ് അവരെ നിർത്തുക. അങ്ങനെ നിർത്തി പീഡിപ്പിക്കുമായിരുന്നു. അങ്ങനെ ഫിർഔൻ തൻ്റെ ഭാര്യയെ ചെയ്തിട്ടുണ്ട്. സ്വന്തം ഭാര്യയുടെ കയ്യിലും കാലിലും ഇതുപോലെ ആണി അടിച്ച് പീഡിപ്പിച്ചിട്ടുണ്ട് എന്ന് കാണാം. അപ്പോൾ ഇതാണ് ഫിർഔൻ്റെ അവസ്ഥ. അല്ലദീന, ഈ പറഞ്ഞ ആളുകളെക്കുറിച്ച് പൊതുവെ പറയുകയാണ്. അല്ലദീന തഗൗ ഫിൽ ബിലാദ്, അവർ നാടുകളിൽ, അവരവർ ജീവിച്ചിരുന്ന നാടുകളിൽ ധിക്കാരം പ്രവർത്തിച്ച ആളുകളാണ്. ഈ മൂന്ന് കൂട്ടരും വലിയ ധിക്കാരികളായിരുന്നു. ഫഅക്സറു ഫീഹൽ ഫസാദ്, അവിടെയൊക്കെ അവർ കുഴപ്പം വ്യാപിപ്പിച്ചു. അങ്ങനെ അവരുടെ പാപങ്ങളും അതുപോലെ ജനങ്ങളെ പീഡിപ്പിക്കുന്ന ഇങ്ങനെയുള്ള സമ്പ്രദായങ്ങളും ഒക്കെ വ്യാപിച്ചു കഴിഞ്ഞപ്പോൾ ഫസബ്ബ അലൈഹിം റബ്ബുക സൗത അദാബ്, നിൻ്റെ റബ്ബ് ശിക്ഷയുടെ ചാട്ടവാർ അവർക്ക് മുകളിൽ കോരിച്ചൊരിഞ്ഞു. സബ്ബ എന്ന് പറഞ്ഞാൽ കോരി ഒഴിക്കുക എന്നാണ് വാക്കിൻ്റെ അർത്ഥം. ശിക്ഷയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ശിക്ഷ എന്ന് പറയാതെ സൗത്ത അദാബ്, ശിക്ഷയുടെ ചാട്ടവാർ എന്നാണ് പറഞ്ഞത്. ഈ ആയത്തിൽ നിന്ന് അല്ലാഹു തആല ഈ പറഞ്ഞ സമുദായങ്ങളെയൊക്കെ ശിക്ഷിച്ച ആ ശിക്ഷയുടെ രണ്ട് വിശേഷണങ്ങൾ മനസ്സിലായി. ഒന്ന്, സബ്ബ എന്നുള്ള വാക്ക് ഉപയോഗിച്ചു. സബ്ബ എന്ന് പറഞ്ഞാൽ കോരി ഒഴിക്കുക എന്നാണ്. ഒന്നോ രണ്ടോ തുള്ളിയല്ല, അല്ലെങ്കിൽ കുറച്ച് വെള്ളമല്ല, ഒരുപാട് ഒഴിക്കുന്നതിനാണ് സബ്ബ എന്ന് പറയാം. അപ്പോൾ ഇവരുടെ ശിക്ഷ കടുത്ത ശിക്ഷയായിരുന്നു എന്ന് മനസ്സിലാക്കാം. അതുപോലെ സൗത്ത്, ചാട്ടവാർ എന്ന് പറഞ്ഞാൽ അറബികൾ സാധാരണ ചാട്ടവാറ കൊണ്ട് അടിക്കുക രണ്ടു കൂട്ടരാണ് പഴയ കാലത്തുള്ള അറബികൾ. ഒന്ന് മൃഗങ്ങളെയും രണ്ട് അടിമകളെയും. അപ്പോൾ വളരെയധികം നിന്ദിക്കുന്ന ശിക്ഷ, അപമാനിക്കുന്ന തരത്തിലുള്ള ശിക്ഷയായിരുന്നു ഇവരൊക്കെ അല്ലാഹു തആല ശിക്ഷിച്ചത്. അപ്പോൾ ഇതാണ് അക്രമികളുടെ അവസാനം. അല്ല, എത്ര വലിയ ശക്തനാണെങ്കിലും
അള്ളാഹു നിശ്ചയിച്ചൊരു സമയമുണ്ട്, യാതൊരു സംശയമില്ല കാര്യത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, ഇന്നല്ലാഹ ലയുംലി ലിദ്ദാലിം, അള്ളാഹു അക്രമികൾക്ക് നീട്ടിക്കൊടുക്കും, അവരുടെ അക്രമം ചെയ്യാൻ അള്ളാഹു അവസരം കൊടുക്കും. പക്ഷേ ഹത്ത ഇദാ അഖദഹു ലം യുഫ്ലിത്ഹു, അവസാനം അള്ളാഹു പിടിക്കുമ്പോൾ പിന്നെ അവന് രക്ഷപ്പെടാൻ സാധിക്കില്ല, അവൻ രക്ഷപ്പെടാൻ പറ്റാത്ത രൂപത്തിൽ അള്ളാഹു പിടികൊള്ളും. ഏതൊരു അക്രമികൾ നിങ്ങൾ എടുത്തു നോക്കൂ, അധികവും അവർ ദുനിയാവിൽ തന്നെ അവർക്കുള്ള ശിക്ഷ ഏറ്റുവാങ്ങിയതായിരിക്കും. അല്ല, ചരിത്രത്തിൽ എടുത്തു നോക്കുക, ഇന്നും ലോകത്ത് നടക്കുന്ന സംഭവങ്ങൾ നോക്കുക, അക്രമികൾക്ക് അള്ളാഹു തആല അവരെ സമയമാകുമ്പോൾ കൊടുക്കാൻ അള്ളാഹു തആല കൊടുക്കും. അല്ല, ഒരു വലിയ അക്രമി ഉണ്ടായിരുന്നു ചരിത്രത്തിൽ, ലക്ഷക്കണക്കിന് ആളുകളെ കൂട്ടക്കൊല ചെയ്ത ഒരാൾ, ഗ്യാസ് ചേമ്പറിലും അല്ലാതെയും ഒക്കെ കൊന്ന ആൾ. അവസാനം എങ്ങനെയാണ് മരിച്ചത്? ഭൂമിക്കടിയിൽ ഒരു മാളത്തിൽ എലി കഴിയുന്ന പോലെ കുറേ ദിവസം കുടുംബമായി കഴിയാണ്. ഏത് നിമിഷമാണ് തന്നെ കൊല്ലാൻ ആളുകൾ വരുന്നത് എന്ന് കാത്തിരുന്നുണ്ട്, എപ്പോഴാണ് ഞാൻ മരിക്കുക എന്ന് ഓർത്തിട്ട്. ഒരുപക്ഷെ ഈ അവസ്ഥ ഇയാൾ കൊന്ന ആളുകൾക്ക് ഉണ്ടായിരിക്കില്ല, അവരെ കൊല്ലാൻ തീരുമാനിച്ച ദിവസം കൊല്ലായിരുന്നു. പക്ഷേ ഇത് ഏത് നിമിഷവും മരിക്കാതിരിക്കാം, അങ്ങനെ പേടിച്ച് ഇരുന്ന് ഇയാളെ പിടിയിൽപ്പെട്ട ആളുകൾക്ക് പിന്നെ രണ്ട് അവസരമില്ല, മരിക്കുന്ന ഉറപ്പായി അവർക്ക്, അവർ മരണം പ്രതീക്ഷിച്ചിരിക്കാൻ. ഇത് ഞാൻ മരിക്കുമോ ഇല്ലേ, ജീവൻ രക്ഷിക്കാനുള്ള അവസാന ശ്രമങ്ങൾ, അവസാനം എന്തായി, മരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ വളരെ ക്രൂരമായി, ചരിത്രത്തിൽ ആരെയും കൊല്ലാത്ത രൂപത്തിലായിരിക്കും തന്നെ കൊല്ലുക. അതിന് രക്ഷപ്പെടാൻ വേണ്ടി ആത്മഹത്യ ചെയ്ത് അവസാനം ആത്മഹത്യ ചെയ്താലും പേടി, എൻ്റെ ശരീരം അവർക്ക് കിട്ടിയാൽ അവരത് വെറുതെ വിടില്ല, അത്രയും അക്രമം ചെയ്തിട്ടുണ്ടെന്ന് സ്വയം അറിയാം. അങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ പെട്രോൾ ഒഴിച്ച് കത്തിക്കണമെന്ന് വസിയത്ത് ചെയ്തിട്ട് ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. ആലോചിച്ച് നോക്കൂ. ഒരു പക്ഷേ ഇയാളുടെ പീഡനം ഏറ്റ ആളുകളെക്കാളും നിന്ദ്യമായിട്ടാണ് മരിച്ചത്. അതുപോലെ തന്നെയാണ് ഏതൊരു അക്രമിയുടെ അവസ്ഥ. ഒരു കവി പറഞ്ഞതുപോലെ, വമാമിൻ ദാലിമിൻ ഇല്ലാ യദുല്ലാഹി ഫൗഖഹ, വമാമിൻ യദിൻ ഇല്ലാ യദുല്ലാഹി ഫൗഖഹ, ഒരു കൈയുമില്ല ആ കൈയിൻ്റെ മുകളിൽ അള്ളാഹുവിൻ്റെ കൈ ഇല്ലാത്തതായിട്ട്. വലാ ദാലിമിൻ ഇല്ലാ സയുബ്ലാ ബി അദ്ലമി, ഒരക്രമിയുമില്ല അവനേക്കാളും വലിയ അക്രമിയെ കൊണ്ട് അള്ളാഹു അവനെ പരീക്ഷിക്കാത്തതായിട്ട്. എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അള്ളാഹുവിൻ്റെ ശിക്ഷ വരുന്നത് വേറൊരു അക്രമിയിലൂടെ ആയിരിക്കും. അങ്ങനെ ഏതെങ്കിലും ഒരു തരത്തിൽ അള്ളാഹു തആല അവരെ ശിക്ഷിക്കും. വകദാലിക നുവല്ലി ബഅദ ദാലിമിന ബഅദ, ഒരക്രമിയെ മറ്റൊരക്രമിക്ക് കൂട്ടായിട്ട് കൊടുക്കും. കൂട്ടായിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ സഹായിക്കാൻ കൊടുക്കുന്നതല്ല, ആക്രമിക്കാൻ വേണ്ടി. ഒരക്രമിക്കെതിരെ അള്ളാഹു മറ്റൊരക്രമി അയച്ചു കൊടുക്കും. ഇത് നമ്മൾ ചുറ്റുപാടും കാണുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ ശിക്ഷിക്കും ആ സമയമാകുമ്പോൾ. തിരക്ക് കൂട്ടിയിട്ട് കാര്യമില്ല. തിൽക്കൽ ഖുറാ അഹ്ലക്നാഹും ലമ്മാ ളലമു വജഅൽനാ ലിമഹ്ലികിഹിം മൗഇദ, അവരുടെ ശിക്ഷക്ക്, നാശത്തിന് ഞാനൊരു സമയം നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സമയമായപ്പോൾ അല്ലാഹു തആല അവരൊക്കെ നശിപ്പിച്ചു. ഇന്ന റബ്ബക ലബിൽ മിർസാദ്, തീർച്ചയായും നിൻ്റെ റബ്ബ് നിരീക്ഷണ സ്ഥാനത്തുണ്ട്. മിർസാദ് എന്ന് പറഞ്ഞാൽ ഇസ്മു സമാനും ഇസ്മു മക്കാനും രണ്ടുമാണ്. ഏത് ഫെയിൽ നിന്നുള്ള ഇസ്മു സമാനും മക്കാനുമാണ്? റസദ എന്നുള്ള ഫെയിലിൻ്റെ ഇസ്മു സമാനും ഇസ്മു മക്കാനും. എന്താണ് റസദ എന്ന് പറഞ്ഞാൽ? മുറാഖബത്ത്, നിരീക്ഷിക്കുക. അപ്പോൾ നിരീക്ഷിക്കുന്ന സ്ഥലം എന്നും പറയാം, നിരീക്ഷിക്കുന്ന സമയം എന്നും പറയാം മിർസാദ് എന്നുള്ളതിന്. അർത്ഥം അള്ളാഹു തആല നിരീക്ഷിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ അറിവോടുകൂടിയാണ് ഏതൊരു അക്രമവും പ്രവർത്തിക്കുന്നത്. അള്ളാഹു അറിയാതെ ഇവിടെ ഒന്നും നടക്കുന്നില്ല. അതുകൊണ്ട് സൂക്ഷിക്കുക. അങ്ങനെ അക്രമ പ്രവർത്തനങ്ങൾ നടത്തിയ ആളുകളെ, ദുൽമ ചെയ്ത ആളുകളെ അവരെത്ര ശക്തന്മാരായിട്ടും അള്ളാഹു തആല നിസ്സാരമായി നശിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മക്കയിലെ മുശ്രിക്കുകൾ, ചെറിയൊരു കബീല, ഖുറൈശ് എന്ന് പറയുന്ന ചെറിയൊരു ഗോത്രം അല്ലെ, ആദ് സമൂദ് ഒക്കെ ആയിട്ട് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ഒന്നുമല്ല. നിങ്ങളുടെ കാര്യം അള്ളാഹു നിസ്സാരമാണ് എന്നർത്ഥം. നിങ്ങളുടെ പ്രവൃത്തികൾ അള്ളാഹു കാണുന്നുണ്ട്. എന്നിട്ട് അള്ളാഹു തആല പറയുന്നു, ഫഅമ്മൽ ഇൻസാൻ, മനുഷ്യൻ്റെ സ്വഭാവം എന്താണ്? ഇദാ മബ്തലാഹു റബ്ബുഹു, തൻ്റെ റബ്ബ് അവനെ പരീക്ഷിച്ചാൽ, ഫഅക്രമഹു വനഅമഹു, അങ്ങനെ അവന് അള്ളാഹു തആല നിഅമത്തുകൾ നൽകി, കറാമത്ത് നൽകി. കറാമത്ത് എന്ന് പറഞ്ഞാൽ ആദരവ് അല്ലെ, അവന് അനുഗ്രഹങ്ങൾ നൽകിയെന്നർത്ഥം. അങ്ങനെയൊക്കെ ചെയ്താൽ അവൻ്റെ സമ്പത്തും സന്താനങ്ങളും മറ്റു സൗകര്യങ്ങളൊക്കെ നന്നായി അവന് കിട്ടിയാൽ എന്തു ചെയ്യും? ഫയഖൂലു റബ്ബി അക്രമൻ, അവൻ പറയും എൻ്റെ റബ്ബ് എന്നെ ആദരിച്ചിരിക്കുന്നു, അഥവാ അള്ളാഹുവിന് എന്നോട് ഇഷ്ടമുണ്ട്, അതുകൊണ്ടാണ് എനിക്കിതൊക്കെ കിട്ടിയത് എന്ന് പറയും. വഅമ്മ ഇദാ മബ്തലാഹു, എന്നാൽ അള്ളാഹു മറ്റൊരു രീതിയിൽ പരീക്ഷിച്ചാൽ, ഫഖദറ അലൈഹി റിസ്ഖഹു, അവൻ്റെ റിസ്ക് ഒന്ന് നിയന്ത്രിച്ചാൽ. ഖദറ എന്ന് പറഞ്ഞാൽ, ഖദർ എന്ന് പറഞ്ഞാൽ അളവ് എന്നാണ്. ഖദറുൻ അളവ്, വിധി എന്നുള്ളതിന് ഖദറുൻ എന്ന് പറയുക, ദാലിന് ഫതഹാൻ. അളവ് എന്നുള്ളതിന് ഖദറുൻ എന്ന് പറയുക, ദാലിന് സുക്കൂൻ. അപ്പോൾ ഒരു അളവനുസരിച്ച് മാത്രം റിസ്ക് കൊടുക്കുക, പരിമിതമായി കൊടുക്കുക എന്നർത്ഥം. അങ്ങനെ അള്ളാഹു പരിമിതപ്പെടുത്തിയാലോ, ഫയഖൂലു റബ്ബി അഹാനൻ,
എൻ്റെ റബ്ബ് എന്നെ ഇത് അപമാനിച്ചിരിക്കുന്നു, അഥവാ അള്ളാഹു എന്നെ വെറുത്തിരിക്കുന്നു, ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് പറയും. ഇതാണ് മനുഷ്യൻ്റെ സ്വഭാവം. അപ്പോൾ നേരത്തെ പറഞ്ഞ വിഷയങ്ങളും ഈ പറഞ്ഞ വിഷയവും തമ്മിലുള്ള ബന്ധം എന്താണ്? മനുഷ്യൻ്റെ മാനസികാവസ്ഥയെക്കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത് ഈ രണ്ടായത്തിൽ. പൈസ കിട്ടിയാൽ, സമ്പത്ത് വന്നാൽ, സുഖസൗകര്യങ്ങളുണ്ടായാൽ ഞാൻ നല്ലവനാണ്, അതുകൊണ്ടാണ് എനിക്കതൊക്കെ കിട്ടിയതെന്ന് പറയും. എന്തെങ്കിലും നഷ്ടം വന്നാൽ, പ്രയാസമുണ്ടായാൽ അള്ളാഹു എന്നെ കൈവിട്ടിരിക്കുന്നു എന്ന് പറയും. ഇതും നേരത്തെ പറഞ്ഞ വിഷയങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണ്? നേരത്തെ പറഞ്ഞ അക്രമികളായ ആളുകൾ ഈ അക്രമമൊക്കെ ചെയ്യാനുള്ള ഒരടിസ്ഥാന കാരണം ഇതാണ്. ദുനിയാവ് ഉണ്ടാകുന്നതാണ് വിജയം. അതോടുകൂടി ഒരാൾ പരിപൂർണമായ വിജയത്തിലെത്തി, വേറെ പിന്നെ ഒന്നുമില്ല എന്ന് വിചാരിച്ചത് കൊണ്ടാണ് ഈ ദുനിയാവിന് വേണ്ടി അവർ അക്രമങ്ങളൊക്കെ ചെയ്തത്. ഈ അക്രമമൊക്കെ ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാണ്? ഫിറോനാണെങ്കിൽ തൻ്റെ അധികാരം നിലനിർത്താൻ വേണ്ടിയാണ് ബനൂ ഇസ്രായേലിനെ കൊല്ലുന്നത്. അതുപോലെ തന്നെ ആദും സമൂദും അവർ സമ്പന്നന്മാരാണ്, ശക്തന്മാരാണ്, വലിയ കൊട്ടാരങ്ങളും കെട്ടിടങ്ങളും ഉണ്ട്. അതോടുകൂടി ഇനി ഒന്നും പേടിക്കാനില്ല, അള്ളാഹുവിൻ്റെ സ്വന്തം ആളുകളായി, അല്ലെങ്കിൽ ലോകത്ത് ഏറ്റവും നല്ല ആളുകളായി, ഇനി ആരെയും പേടിക്കാനില്ല, ഇനി വേറെ ലക്ഷ്യവുമില്ല എന്ന ധാരണയിൽ നിന്നാണ് അവരുടെ അക്രമമൊക്കെ ഉണ്ടായത്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അഥവാ ദുനിയാവ് എന്ന് പറയുന്നത് ഇബ്തില ആണ്, പരീക്ഷണമാണ്. ഈ രണ്ടായത്തിലും ഇദാമബ്തലാഹു, ഞാൻ മനുഷ്യനെ പരീക്ഷിച്ചാൽ, അല്ലെങ്കിൽ അള്ളാഹു മനുഷ്യനെ പരീക്ഷിച്ചാൽ എന്നാണ് പറഞ്ഞത്. സമ്പത്ത് കൊടുക്കുന്നതും പരീക്ഷണം, ദാരിദ്ര്യം കൊടുക്കുന്നതും പരീക്ഷണം. ഇത് നമുക്കെല്ലാം അറിയുന്നതും പക്ഷേ നമ്മൾ ഓർക്കാത്തതുമായ വലിയൊരു യാഥാർത്ഥ്യമാണ്. അള്ളാഹു താല ദുനിയാവിനെ മുഴുവൻ, ദുനിയാവിൽ നടക്കുന്ന ഓരോ ഇലയനങ്ങുന്നതും പരീക്ഷണമാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം പല സംഭവങ്ങളുണ്ടാകും. സന്തോഷകരമായ കാര്യങ്ങളുണ്ടാകും, ദുഃഖകരമായ കാര്യങ്ങളുണ്ടാകും, നമ്മൾ ഇഷ്ടപ്പെടുന്നതുണ്ടാകും, വെറുക്കുന്നതുണ്ടാകും. ഇതെല്ലാം പരീക്ഷണങ്ങളാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും, മരണവും ജീവിതവും എന്ന് പറഞ്ഞാൽ എല്ലാം കഴിഞ്ഞല്ല, എല്ലാം ഉൾപ്പെട്ടു. അതെല്ലാം അള്ളാഹു സൃഷ്ടിച്ചത് ലിയബ്ലുവക്കും, നിങ്ങളെ പരീക്ഷിക്കാനാണ്. അയ്യുക്കും അഹ്സനു അമല. അതുപോലെ തന്നെ അള്ളാഹു തആല പറഞ്ഞു വനബ്ലൂക്കും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന, ഷർറ് കൊണ്ടും ഖൈറ് കൊണ്ടും നിങ്ങളെ പരീക്ഷിക്കും. ലോകത്ത് നടക്കുന്ന എല്ലാ സംഭവങ്ങളും, നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ സംഭവ വികാസവും പരീക്ഷണമാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് മനുഷ്യൻ മനസ്സിലാക്കുന്നില്ല എന്നാണ് ഈ ആയത്തിൻ്റെ അർത്ഥം, അല്ലേ? മനുഷ്യൻ നേരെ തിരിച്ചാണ് മനസ്സിലാക്കുന്നത്. സമ്പത്ത് കിട്ടിയാൽ ഓക്കെ, ഞാൻ തികഞ്ഞു, ഇനിയൊന്നും പേടിക്കാനില്ല. ദാരിദ്ര്യം വന്നാൽ ഞാൻ നശിച്ചു, അള്ളാഹുവിന് എന്നെ വേണ്ട. ഈ ചിന്ത ഇതാണ് അധികം മനുഷ്യരുടെയും മനസ്സിലുള്ളത്. അത് ശരിയല്ല. നേരെ മറിച്ച് ദുനിയാവ് പരീക്ഷണമാണ് എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ ഇദത്തുസ് സാബിരീൻ എന്ന് പറയുന്ന കിതാബിൽ, അദ്ദേഹത്തിന് അറിയപ്പെട്ട മനോഹരമായ കിതാബാണ് ഇദത്തുസ് സാബിരീൻ വ ദഖീറത്തുശ് ശാകിരീൻ, ശുക്റും സബ്റും, ഇതിനെക്കുറിച്ചാണ് ആ കിതാബിൽ പറയുന്നത്. അതിൽ അദ്ദേഹം പറയുന്നത് കാണാം, ലൈസൽ അംറു കമാ യഖൂലുൽ ഇൻസാൻ, മനുഷ്യൻ പറയുന്നത് പോലെയല്ല കാര്യം. ഇതിൽ പറഞ്ഞ പോലെ റബ്ബി അക്രമൻ, റബ്ബി അഹാനൻ എന്ന് പറഞ്ഞതുപോലെയല്ല കാര്യം. വലാകിൻ അബ്തലി ബിനിഅമതി, ചിലപ്പോൾ നിഅമത്ത് കൊടുത്തിട്ട് ഞാൻ പരീക്ഷിക്കും. അഥവാ നിഅമത്ത് എന്ന് പറഞ്ഞാൽ സമ്പത്തും സന്താനങ്ങളൊക്കെ, അത് ഒരു പരീക്ഷണമായിരിക്കും. വ ഉൻഇമു ബിബലാഇ, ബലാ കൊണ്ട്, രോഗം, ദാരിദ്ര്യം, മറ്റുള്ള പ്രയാസങ്ങൾ, അതുകൊണ്ട് ഞാൻ അനുഗ്രഹമായി നൽകുകയും ചെയ്യും. അതൊരു അനുഗ്രഹമായിരിക്കും. ചിലപ്പോൾ ഒരാൾക്ക് സമ്പത്ത് കുറഞ്ഞു പോകുന്നത് ചിലപ്പോൾ അനുഗ്രഹമായിരിക്കും. നേരെ തിരിച്ച് സമ്പത്ത് കൊടുക്കുന്നത് ഒരു ബലാ ആയിരിക്കും. അവിടെ പരീക്ഷണം എന്ന് പറഞ്ഞാൽ ഒരു അപകടം എന്നുള്ള സൂചന ഉണ്ട് അതിൽ, ബലാ എന്ന് പറയുന്ന വാക്കിൽ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ബാഹ്യമായി നോക്കുമ്പോൾ നമുക്ക് നല്ലതായി തോന്നുന്ന കാര്യങ്ങൾ കൊണ്ട് ശിക്ഷിക്കാനും കഴിവുള്ളവനാണ്, അല്ലേ? ഇപ്പം ഒരാൾ, എത്ര ആളുകൾ നമ്മൾ കാണാറുണ്ട് ഇവിടെയൊക്കെ വന്നിട്ട് അപകടത്തിൽ മരിച്ചു പോകുന്ന ആളുകൾ. നാട്ടിലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു വാഹനം ഓടിക്കാനുള്ള വകുപ്പുണ്ടാവില്ല, അവസ്ഥ ഉണ്ടാവില്ല. അവൻ ചിലപ്പോൾ മറ്റൊരു നാട്ടിൽ പോയി നല്ല സമ്പത്തുണ്ടാക്കി അവനൊരു അപകടത്തിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചു പോകാനുള്ള ഒരു വഴിയായിരിക്കും അവൻ്റെ ഈ സമ്പത്ത് എന്ന് പറയുന്നത്. നമുക്കറിയില്ല. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത് നമുക്കറിയില്ല. അതുപോലെ തന്നെ നേരെ തിരിച്ചു, ദാരിദ്ര്യവും രോഗവും കഷ്ടപ്പാടും ഒക്കെ ചിലപ്പോൾ ഖൈറായിരിക്കും. അല്ലെങ്കിൽ മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കഥയിൽ ഖദിർ അലൈഹിസ്സലാം ആ കുട്ടിയെ കൊന്നു കളഞ്ഞു. അപ്പോൾ ആ കുട്ടി മരിച്ച മാതാപിതാക്കൾക്ക് എത്ര വിഷമമായിട്ടുണ്ടാവും. എന്താ കൊല്ലാൻ കാരണം? അത് വളർന്നാൽ മാതാപിതാക്കളെ കൂടി കാഫിറാക്കും, അതുകൊണ്ടാണ് കൊന്നു കളഞ്ഞത്. അപ്പോൾ ദുനിയാവിലുണ്ടാകുന്ന ഏതൊരു സംഭവവും അത് എന്താണെങ്കിലും പരീക്ഷണമാണ് എന്ന് മനസ്സിലാക്കുക. അതാണ് ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം. അപ്പോൾ സമ്പത്ത് അള്ളാഹു ഇഷ്ടപ്പെട്ടു എന്നുള്ളതിൻ്റെ അടയാളവുമല്ല, ദാരിദ്ര്യവും കഷ്ടപ്പാടും രോഗങ്ങളും പ്രയാസങ്ങളും മുസീബത്തുകളും അള്ളാഹു നമ്മെ വെറുത്തു എന്നതിൻ്റെ അടയാളവുമല്ല. പിന്നെ അള്ളാഹു ഇഷ്ടപ്പെട്ടതിൻ്റെയും വെറുത്തതിൻ്റെയും അടയാളം എന്താണ്? ശരിക്കുള്ള കറാമത്ത്, അള്ളാഹുവിൻ്റെ ആദരവ് എന്ന് പറഞ്ഞാൽ എന്താണ്?
ശരിക്കുള്ള ഇഹാനത്ത്, അള്ളാഹു ഒരാളെ നിന്ദിക്കുക, ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ അതെന്താണ്? അത് അള്ളാഹു വിശദീകരിച്ചു. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും യോഗ്യന്മാർ, ഏറ്റവും മികച്ചവരെന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ കണക്കിൽ അത്ഖാക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും തഖ്വയുള്ളവരാണ്. ആർക്കാണോ തഖ്വയുള്ളത് അവനാണ് ഏറ്റവും നല്ലവൻ, അല്ലേ? വലാ തുൻകിഹുൽ മുശ്രിക്കീന ഹത്താ യുഅ്മിനു വല അബ്ദുൻ മുഅ്മിനുൻ ഖൈറും മിൻ മുശ്രിക്കിൻ വലൗ അഅജബക്കും. നിങ്ങൾ മുശ്രിക്കുകൾക്ക് മക്കളെ കെട്ടിച്ചു കൊടുക്കരുത്. എന്നിട്ട് പറഞ്ഞു വല അബ്ദുൻ മുഅ്മിനുൻ, മുഅ്മിനായ ഒരു അടിമ. അടിമ എന്ന് പറഞ്ഞാൽ എന്താ? വിൽക്കുകയും വാങ്ങുകയും ചെയ്യും. നമ്മൾ പച്ചക്കറി വാങ്ങുന്ന പോലെ വിൽക്കാനും വാങ്ങാനും വരുന്ന ആളാണ് അടിമ. വല അബ്ദു മുഅ്മിനു, അങ്ങനെയുള്ള ഒരു മുഅ്മിനായ അടിമയാണ് ഖൈറും മിൻ മുശ്രിക്കിൻ, മുശ്രിക്കിനേക്കാൾ നല്ലത്. വലൗ അഅജബക്കും, ഈ മുശ്രിക്ക് നിങ്ങളെ ആണെങ്കിൽ പോലും, അഥവാ സമ്പത്ത് കൊണ്ടും ആരോഗ്യം കൊണ്ടും ഭംഗി കൊണ്ടും ഒക്കെ ഉഷാറാണ്, അവനേക്കാൾ നല്ലത് അടിമയായ മുസ്ലിമാണ്. വലാ തൻകിഹുൽ മുശ്രിക്കാത്ത്, മുശ്രിക്കായ പെണ്ണുങ്ങളെ നിങ്ങൾ വിവാഹം കഴിക്കരുത്. വല ആമത്തുൻ മുശ്രിക്ക വല ആമത്തുൻ മുഅ്മിന, മുഅ്മിനത്തായ ഒരു അടിമ ഖൈറും മിൻ മുശ്രിക്കത്തിൻ, മുശ്രിക്കായ പെണ്ണിനേക്കാൾ നല്ലതാണ്, അല്ലേ? അടിമ എന്ന് പറഞ്ഞാലും, പ്രത്യേകിച്ച് അടിമ പെണ്ണുങ്ങളെന്ന് പറഞ്ഞാൽ വളരെ കഷ്ടമാണ് അവരുടെ അവസ്ഥ. ഒരു ദിവസം ഒരാളുടെ കൂടെ കഴിയുന്നു, അടുത്ത ദിവസം അയാൾ അങ്ങാടി കൊണ്ടുപോയി വെക്കുന്നു. അങ്ങനെയുള്ളൊരു മുഅ്മിനത്തായ അടിമയാണ് ഖൈറും മിൻ മുശ്രിക്കത്തിൻ വലൗ അഅജബത്കും, സൗന്ദര്യം കൊണ്ടും തറവാട് കൊണ്ടും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മുശ്രിക്കിനേക്കാൾ നല്ലത്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, അള്ളാഹുവിൻ്റെ അടുക്കൽ ആദരവ് തഖ്വയുള്ളവർക്കാണ്. ഇപ്പോൾ തഖ്വ കൂടുതലാണോ അത്രയും അള്ളാഹുവിൻ്റെ അടുക്കൽ സ്ഥാനമുണ്ട്, തഖ്വ കുറവാണോ അത്രയും അള്ളാഹുവിൻ്റെ അടുക്കൽ സ്ഥാനം കുറഞ്ഞു പോകും. സൂറത്ത് ഹജ്ജിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളുടെ സുജൂദിനെ കുറിച്ച് പറയുന്ന ആയത്ത് കാണാം. അലം തറ അന്ന അല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ്, ആകാശഭൂമികളുള്ള എല്ലാ വസ്തുക്കളും അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നുണ്ട്. വശംസു വൽ ഖമറു വൻ നുജൂമു വൽ ജിബാലു വദ്ദവാബു, എണ്ണി അള്ളാഹു പറയുകയാണ്. സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, പർവ്വതം, മരങ്ങൾ, ദവാബ്, കന്നുകാലികൾ എല്ലാം അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നു. വകസീറും മിനന്നാസ്, മനുഷ്യൻ്റെ കാര്യം മാത്രം പറഞ്ഞപ്പോൾ വകസീറും മിനന്നാസ്, മനുഷ്യരിൽ കുറേ ആളുകൾ, കന്നുകാലികളൊക്കെ എല്ലാവരും സുജൂദ് ചെയ്യുന്നുണ്ട്, പക്ഷെ മനുഷ്യരിൽ കുറേ ആളുകൾ. വകസീറുൻ ഹഖ്ക അലൈഹിൽ അദാബ്, ബാക്കിയുള്ള മനുഷ്യന്മാരോ ഹഖ്ക അലൈഹിൽ അദാബ്, അവർക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷ ഉറപ്പായിരിക്കുന്നു. എന്നിട്ട് പറഞ്ഞതാണ് നമ്മുടെ വിഷയം. എന്താണ് അള്ളാഹു തആല പിന്നെ പറയുന്നത് ആയത്തിൻ്റെ അവസാനത്തിൽ? വമൻ യുഹിനില്ലാഹു ഫമാ ലഹു മിൻ മുക്രിം, ആരെയാണോ അള്ളാഹു നിന്ദിക്കുന്നത് അവന് ആദരവ് കൊടുക്കാൻ ആരുമില്ല. അപ്പോൾ അള്ളാഹുവിന് സുജൂദ് ചെയ്യാതെ ജീവിക്കുന്നവനാണ് നിന്ദ്യൻ, അവനെയാണ് അള്ളാഹു നിന്ദിച്ചിരിക്കുന്നത്. അതാണ് മനുഷ്യൻ്റെ ഈ തെറ്റിദ്ധാരണക്കുള്ള മറുപടി. നിങ്ങൾ വിചാരിച്ചതുപോലെയല്ല, യാഥാർത്ഥ്യം ഇതാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല മറ്റു സൂറത്തുകൾ വിശദീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വിഷയത്തിൽ മനുഷ്യന്മാരുടെ നിലപാടുകൾ ഖുർആനിൽ കാണാം. വ്യത്യസ്ത വിഭാഗങ്ങളുടെ വ്യത്യസ്ത നിലപാടുകൾ, അഥവാ സമ്പത്തുണ്ടാകുമ്പോഴും ദാരിദ്ര്യം വരുമ്പോഴും അതൊക്കെ അള്ളാഹിൻ്റെ ഇഷ്ടത്തിൻ്റെയും വെറുപ്പിൻ്റെയും അടയാളമാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്, അത് വിശ്വസിക്കാത്ത ആളുകളുണ്ട്. അത് ഏറ്റവും കൂടുതൽ വിശ്വസിച്ചവരാണ് മുശ്രിക്കുകൾ. അതുകൊണ്ട് മക്ക മുശ്രിക്കുകൾ അല്ലെ, അവരുടെ ധാരണ ഇതായിരുന്നു, സമ്പത്തുണ്ടായാൽ അവർ അള്ളാഹിൻ്റെ ഔലിയാക്കളാണ്. സമ്പത്തില്ലേ, അതുപോലെ ദുനിയവിയായ മറ്റു വിഭവങ്ങൾ, സമ്പത്ത് മാത്രമല്ല മക്കളും കുടുംബവും അധികാരവും, ഇങ്ങനെ ദുനിയവിയായ സുഖങ്ങൾ ആർക്കാണോ കുറവ് അവൻ നിസ്സാരനാണ്. ഇതായിരുന്നു അവരുടെ ധാരണ. എല്ലാ കാലഘട്ടത്തിലുമുള്ള മുശ്രിക്കുകളുടെ സ്വഭാവമാണ്. അല്ലെ, മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കൗമിൽ താലൂത്ത് എന്ന് പറയുന്ന രാജാവിനെ അള്ളാഹു അവർക്ക് നിശ്ചയിച്ചു കൊടുത്തു. രാജാവായിട്ട് താലൂത്തിനെ അള്ളാഹു ഏൽപ്പിച്ചു. അപ്പോൾ അവർ പറഞ്ഞത് എന്താണ്? അന്ന യക്കൂനു ലഹുൽ മുൽക്കു അലൈന വനഹ്നു അഹഖു ബിൽ മുൽക്കി മിൻഹു, ഞങ്ങൾക്കാണ് അധികാരം കിട്ടേണ്ടത്, ഇയാളെങ്ങനെ രാജാവാക്കും? വലം യുഅത സഅതൻ മിനൽ മാൽ, അയാൾക്ക് കയ്യിലൊന്നുമില്ലല്ലോ, മിസ്കീനല്ലേ എന്നാണ് അവർ പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ മക്ക മുശ്രിക്കുകൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വസിക്കാൻ അവർക്ക് വലിയൊരു തടസ്സം എന്തായിരുന്നു? വഖാലു ലൗലാ നുസ്സില ഹാദൽ ഖുർആനു അലാ റജുലിൻ മിനൽ ഖർയതൈനി അദീം, ഈ രണ്ട് പട്ടണങ്ങളിൽ ഏതെങ്കിലും ഒന്നിലുള്ള ഒരു പ്രമാണിക്ക് ഈ ഖുർആൻ അവതരിച്ചിരുന്നെങ്കിൽ, അഥവാ മക്കയും ത്വായിഫുമാണ് ഉദ്ദേശിക്കുന്നത്, മക്കയിലും ത്വായിഫിലുള്ള ഏതെങ്കിലും ഒരു വലിയൊരു മുതലാളിക്ക് ഖുർആൻ ഇറങ്ങിയിരുന്നെങ്കിൽ നമുക്ക് വിശ്വസിക്കാമായിരുന്നു എന്നായിരുന്നു അവർ പറഞ്ഞിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യത്തീമാണ്, ആരുമില്ലാത്ത സഹോദരങ്ങളില്ല, ഉപ്പയില്ല, ഒറ്റപ്പെട്ടൊരു മനുഷ്യനാണ്. ഇതിന് പകരം ഒരു പ്രമാണിക്ക് ഇറങ്ങിയിരുന്നെങ്കിൽ എന്നാണ് അവർ പറഞ്ഞത്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വസിച്ച മിസ്കീന്മാരെക്കുറിച്ച് അവർ പറഞ്ഞു, അഹാ ഉലാ ഇല്ലദീന മന്നല്ലാഹു അലൈഹിം മിൻ ബൈനിന, ഇവരെയാണോ അള്ളാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്തത് ഈമാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നായിരുന്നു അവരുടെ സംസാരം. അത് നൂഹ് അലൈഹി ഇസ്ലാമിൻ്റെ കൗമും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മുശ്രിക്കുകളുടെ പൊതു സ്വഭാവമാണിത്. അതുകൊണ്ടാണ് അവർ ഹജ്ജിന് വന്നാൽ അവർ പ്രാർത്ഥിക്കുന്നത് റബ്ബന ആതിന ഫിദ്ദുനിയ,
ദുനിയാവിൽ ഖൈർ തരണേ എന്ന് പ്രാർത്ഥിക്കും. മുഫസ്സിരീങ്ങൾ പറഞ്ഞത് കാണാം, ഈ വർഷം മഴ പെയ്യണേ, കൃഷിയിൽ നല്ല വിളവുണ്ടാകണേ, കച്ചവടത്തിൽ ലാഭം ഉണ്ടാകണേ, ഇത് മാത്രമായിരിക്കും പ്രാർത്ഥിക്കുക. വമാ ലഹും ഫിൽ ആഖിറത്തി മിൻ നസീബ്, അവർക്ക് ആഖിറത്തിൽ ഒന്നുമില്ല. വമാ ലഹും ഫിൽ ആഖിറത്തി മിൻ ഖലാഖ് മിൻ നസീബ്, വമാ ലഹും ഫിൽ ആഖിറത്തി മിൻ നസീബ്, ആഖിറത്തിൽ അവർക്ക് ഒരു ഓഹരിയുമില്ല. കാരണം അവർ ആഖിറത്തിന് വേണ്ടി ചോദിച്ചിട്ടേ ഇല്ല. അപ്പോൾ ഇതാണ് ഒരു വിഭാഗം. അവരുടെ കണക്കിൽ ഒരാളുടെ സ്ഥാനം, ആദരവും നിന്ദതയും ഒക്കെ ദുനിയാവിൻ്റെ അടിസ്ഥാനത്തിലാണ്. രണ്ടാമത്തെ വിഭാഗം ഇതേ സ്വഭാവം ഉള്ള ആളുകളാണ് ദുർബല വിശ്വാസികളായിട്ടുള്ള ആളുകൾ. മുസ്ലിമീങ്ങളായിരിക്കും ലാഹിറിൽ, പക്ഷെ അവരുടെ ഉള്ളിൽ ഈമാൻ കടന്നിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞു, വമിനന്നാസി മൻ യഅ്ബുദുല്ലാഹ അലാ ഹർഫ്, ഒരറ്റത്തിരുന്ന് അള്ളാഹുവിനെ ആരാധിക്കുന്ന ആളുകളുണ്ട്. അറ്റം എന്ന് പറഞ്ഞാൽ ഈമാൻ്റെയും കുഫറിൻ്റെ ഇടയിലാണുള്ളത്. എന്താണ് അവരുടെ പ്രത്യേകത? ഫൈൻ അസാബഹു ഖൈറുൻ ഇത്മഅന്ന ബിഹി, അവന് ഖൈറുണ്ടായാൽ, സമ്പത്തൊക്കെ ഉണ്ടായാൽ ഇത്മഅന്ന ബിഹി, അവൻ മുസ്ലിമായി ജീവിക്കും, സന്തോഷത്തോടെ ജീവിക്കും. വൈൻ അസാബത്തുഹു ഫിത്ന, ഒരു പരീക്ഷണം ബാധിച്ചാലോ ഇൻഖലബ അലാ വജ്ഹിഹി, അങ്ങോട്ട് ചാടും. അവൻ പറയും അള്ളാഹിനെ ഒഴിവാക്കി, അതുകൊണ്ട് ഞാൻ അള്ളാഹിനെ ഒഴിവാക്കി എന്ന് പറഞ്ഞിട്ട് അവൻ ദീനൊക്കെ ഉപേക്ഷിച്ച് പോകും. ഖസിറ ദുനിയ വൽ ആഖിറ, എന്താ സംഭവിച്ചത്? ദുനിയാവ് നഷ്ടപ്പെട്ടു, കാരണം ഫിത്ന പരീക്ഷണം സംഭവിച്ചു. വൽ ആഖിറ, കുഫറിലേക്ക് പോകുന്നതോടുകൂടി ആഖിറ നഷ്ടപ്പെട്ടു. ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ, അതാണ് ഏറ്റവും വലിയ നഷ്ടം. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളുണ്ടാകും. നേരെ മറിച്ച് ഒരു മുഅ്മിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഒരു മുഅ്മിൻ ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിയവനാണ്. ദുനിയാവ് പരീക്ഷണമാണ്. സമ്പത്തുണ്ടായാൽ നന്ദി കാണിക്കും, അല്ലെങ്കിൽ സുഖസൗകര്യങ്ങളുണ്ടായാൽ അതിന് നന്ദി കാണിക്കും. പരീക്ഷണങ്ങളുണ്ടായാൽ ക്ഷമ അവലംബിക്കും. അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, അജബൻ ലി അംരിൽ മുഅ്മിൻ ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ, ഒരു മുഅ്മിൻ്റെ എല്ലാ കാര്യങ്ങളും അവൻ്റെ ജീവിതത്തിൽ നേരം വെളുത്ത് വൈകുന്നേരം ആവുന്നത് വരെ, ജനിച്ച് മരിക്കുന്നത് വരെ നടക്കുന്ന എല്ലാ സംഭവങ്ങളും ഖൈറാണ്. ഇന്ന അസാബത്ഹു സർറാഉ ശക്കർ, അവനൊരു നന്മ കിട്ടിയാൽ, സുഖസൗകര്യങ്ങളുണ്ടായാൽ ശക്കർ, അവൻ നന്ദി കാണിക്കും. ഫക്കാന ഖൈറല്ല, അപ്പോൾ അവന് ഖൈറായി. നോക്കൂ നിങ്ങൾ, അവന് നന്മ കിട്ടിയാൽ നന്ദി കാണിച്ചാലേ അത് ഖൈറാകുന്നുള്ളൂ. നന്മ കിട്ടിയാൽ കിട്ടി, തിന്മ വന്നാൽ സബ്ർ കാരണം അത് നന്മയായി മാറും എന്നല്ലേ പറഞ്ഞത്. അപ്പം നല്ലതാണെങ്കിലും സംഭവിക്കുന്ന കാര്യങ്ങൾ, ഇഷ്ടമുള്ളതാണെങ്കിലും ഇഷ്ടമില്ലാത്തതാണെങ്കിലും, അതെപ്പോഴാണ് നമുക്ക് ഖൈറാകുന്നത്? നന്ദിയും ക്ഷമയും ഉണ്ടാകുമ്പോൾ മാത്രമാണ്. നല്ല കാര്യങ്ങൾ സംഭവിച്ചാൽ ശക്കറ ഫക്കാന ഖൈറല്ലോ, വൈൻ അസാബത്ഹു ദർറാ, ഞെരുക്കം ബാധിച്ചാൽ സബറ ഫക്കാന ഖൈറല്ലോ, അവൻ ക്ഷമിക്കും, അതും അവന് ഖൈറായി മാറും. അപ്പോൾ ഇതാണ് ഒരു മുഅ്മിൻ്റെ സ്വഭാവം. കാരണം അല്ലാഹു തആല നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ദുനിയാവ് കൊടുക്കുന്നത് അള്ളാഹുവിൻ്റെ ഇഷ്ടം നോക്കിയിട്ടല്ല, ഒരാളോട് അള്ളാഹുവിന് ഇഷ്ടമുള്ളതിൻ്റെ അടയാളമല്ല. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം, ഇന്നല്ലാഹ യുഅ്തി ദുനിയ മൻ യുഹിബ്ബു വമൻ ലാ യുഹിബ്ബു, അള്ളാഹു ദുനിയാവ് അവന് ഇഷ്ടമുള്ളവനും ഇഷ്ടമില്ലാത്തവനും കൊടുക്കും. വലാ യുഅ്തുൽ ഈമാൻ ഇല്ല മൻ യുഹിബ്ബു, ഈമാൻ അവന് ഇഷ്ടമുള്ളവർക്കല്ലാതെ കൊടുക്കുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നതിൻ്റെ തെളിവാണ് അള്ളാഹു നമ്മെ മുസ്ലിമീങ്ങളാക്കി എന്നുള്ളത്. അല്ലെ, എല്ലാ മുസ്ലിമീങ്ങളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരാളെ മുസ്ലിമാക്കിയത്. അതുപോലെ തന്നെ അവൻ്റെ ദീൻ പഠിക്കാനുള്ള താല്പര്യം നമ്മുടെ മനസ്സിലുണ്ടായി എന്നുള്ളത്, അള്ളാഹുവിൻ്റെ മസ്ജിദുകളിൽ നമസ്കരിക്കാനും ദീൻ പഠിക്കാനും ഒക്കെ ഇരിക്കാൻ നമുക്ക് തോന്നി എന്നുള്ളത്, ഇതൊക്കെ അള്ളാഹിൻ്റെ തൗഫീഖാണ്. അള്ളാഹു തആല ആദരിക്കുന്നത് ഇങ്ങനെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈമാൻ നിലനിർത്തട്ടെ. അപ്പോൾ ഇതാണ് യാഥാർത്ഥ്യം. അത് ഈ ആയത്തുകൾ അള്ളാഹു തആല നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഇനി അടുത്ത ആയത്തുകളിൽ പറയുന്നത് കല്ല, കല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ അത് ശരിയല്ല, നിങ്ങൾ പറഞ്ഞതുപോലെയല്ല, നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ മനുഷ്യൻ്റെ ഈ നിലപാട്, ദുനിയാവിലെ വിഭവങ്ങൾ കിട്ടിയാൽ അള്ളാഹു എന്നെ ആദരിച്ചു, നഷ്ടം വന്നാൽ അള്ളാഹു എന്നെ ഉപേക്ഷിച്ചു എന്ന ധാരണ കല്ല, അത് ശരിയല്ല. എന്നിട്ട് ശരിയായ കാര്യം എന്താണെന്ന് പറയുകയാണ്. നമ്മൾ പറഞ്ഞു കല്ല എന്നുള്ള വാക്ക് കഴിഞ്ഞാൽ പിന്നെ അതിനുള്ളൊരു മറുപടി ഉണ്ടാകും, അതിന് മുമ്പ് പറഞ്ഞ കാര്യത്തിനുള്ള മറുപടി ഉണ്ടാകും. ബല്ലാ തുക്രിമൂനൽ യതീം, യതീമിനെ നിങ്ങൾ ആദരിക്കുന്നില്ല. അപ്പോൾ യതീമിനെ ആദരിക്കലും ഈ പറഞ്ഞ വിഷയം തമ്മിൽ എന്താണ് ബന്ധം? നമ്മൾ തഫ്സീർ പഠിച്ചാൽ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഗുണമാണ്, ഒരു വിഷയം കഴിഞ്ഞിട്ട് അടുത്ത വിഷയം വരുന്നതിൻ്റെ ഒരു കാരണം മനസ്സിലാകും. അത് മനസ്സിലാകുമ്പോൾ ഈ സൂറത്ത് നമുക്ക് മനസ്സിൽ തട്ടി ഓതാൻ പറ്റും. അല്ലെങ്കിൽ നമ്മളിങ്ങനെ വിചാരിക്കും എന്താണ് പല പല കാര്യങ്ങൾ ഇങ്ങനെ ഒരു പരസ്പര ബന്ധമില്ലാതെ പറയുന്നത് എന്ന് തോന്നിപ്പോകും. ഇവിടെ ഈ വിഷയം പറയാനൊരു കാരണമുണ്ട്. എന്താണ് ശരിക്കും ഇവിടെ പറയേണ്ടിയിരുന്നത് എന്ന് നമുക്ക് തോന്നുന്നത്? എന്താ അല്ലേ, നിങ്ങൾ സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അള്ളാഹിൻ്റെ ആദരവ് എന്ന് വിചാരിക്കുന്നു. അങ്ങനെയല്ല, കല്ല, അങ്ങനെയല്ല, മറിച്ച് തഖ്വയുടെ അടിസ്ഥാനത്തിലാണ് അള്ളാഹുവിൻ്റെ ആദരവ് എന്നാണല്ലോ പറയേണ്ടത്. അപ്പോൾ തഖ്വ എന്താണ് എന്നാണ് വിശദീകരിക്കുന്നത്. യതീമിനെ ആദരിക്കുക എന്ന് പറയുന്നതും അതുപോലെ തന്നെ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ തഖ്വയുടെ വിശേഷണങ്ങളാണ്, തഖ്വയുള്ള ആളുടെ പ്രത്യേകതകളാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി സൂറത്തിൻ്റെ തഫ്സീർ പഠിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസ് ഇരുത്തം സാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. അവൻ്റെ കിതാബ്
ഖുർആൻ പഠിക്കാനും അതനുസരിച്ച് അമൽ ചെയ്യാനുമുള്ള തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.